ഇവിടെ കോമ്പൻസേഷൻ അല്ല വേണ്ടത്. ജനങ്ങൾക്ക് ജീവിക്കാനും ജീവനും സ്വത്തിനും സംരക്ഷണമാണ് വേണ്ടത്. വന്യജീവികളുടെ ആക്രമണം തടയുന്നതിനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് അത് എന്നത്തേക്ക് പൂർണ്ണമായി തടയാൻ കഴിയും എന്നൊരു ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. ഉരുൾപൊട്ടലിന്റെ ആഘാതം വിട്ടുമാറും മുൻപെയാണ് ദുരന്തബാധിത മേഖലയായ വയനാട്ടിലെ അട്ടമലയിൽ കാട്ടാന ആക്രമണത്തിൽ ബാലകൃഷ്ണൻ എന്ന ആദിവാസി യുവാവിന് ജീവൻ നഷ്ടമായത്. 1.5 വർഷത്തിനിടെ വയനാട്ടിൽ മാത്രം കാട്ടാന എടുത്തത് 12 ജീവനുകളാണ്. 35 ദിവസത്തിനിടയിൽ ഇന്നലെയുണ്ടായത് 3ാമത്തെ സംഭവവും. ഭയന്നു കഴിയുന്ന കേരളത്തിലെ മലയോര ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ അവസ്ഥ പറഞ്ഞറിയിക്കാനാകാത്തതാണ്. സർക്കാരിനെയോ വനം വകുപ്പിനെയോ വിശ്വസിച്ച് പുറത്തിറങ്ങാനെന്നല്ല, സ്വന്തം വീട്ടിൽ പോലും തങ്ങൾ സുരക്ഷിതരല്ല എന്ന തിരിച്ചറിവിന്റെ നടുക്കത്തിലാണ് അവരുള്ളത്. ഇടുക്കി പീരുമേട്ടിൽ കഴിഞ്ഞ ദിവസം കാട്ടാനെ ആക്രമിച്ചു കൊന്ന സോഫിയയ്ക്ക് 2 വർഷം മുൻപ് വനമന്ത്രി കൊടുത്ത ഒരു വാക്കുണ്ട്: വന്യജീവി ഭീഷണിക്ക് ഒരു പരിഹാരം കാണും എന്ന്. ജീവനും കയ്യിൽ പിടിച്ച് കഴിയുന്ന മലയോര നിവാസികളെ നോക്കി കൊഞ്ഞനം കുത്തുകയാണ് ഓരോ മരണത്തിലും സർക്കാർ നൽകുന്ന ഇത്തരം വാഗ്ദാനങ്ങൾ. സുരക്ഷാവേലി, ധനസഹായം, കുടുംബാംഗത്തിന് തൊഴിൽ, മക്കൾക്ക് പഠന സഹായം, മാറ്റിപ്പാർപ്പിക്കൽ, ഇങ്ങനെ തുടങ്ങി കുടുംബത്തിലെ ഏക അത്താണി വന്യമൃഗത്തിന് ഇരയാകുമ്പോൾ സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ അത്രയും പാതി വഴിക്ക് നിരിച്ചുപോയ വനം വകുപ്പിന്റെ ദൗത്യം പോലെയാണെന്ന് പരിഹസിക്കും അന്നാട്ടുകാർ. ഇപ്പോൾ ജനകീയ പ്രക്ഷോഭത്തിലേക്കും പ്രതിഷേധത്തിലേക്കും നാട് തിരിയാതിരിക്കണമെങ്കിൽ സുരക്ഷയ്ക്കുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറായേ മതിയാകൂ. വന്യമൃഗ ഭീഷണിയിൽ നിന്നുള്ള രക്ഷയ്ക്ക് ഇനി എന്തു വകുപ്പാണുള്ളത്? എൻകൗണ്ടർ പ്രൈം പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. വയനാട് പടമലയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിനെ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. 1 കൊല്ലം കഴിഞ്ഞു അജീഷ് മരിച്ചിട്ട്. പക്ഷെ ഇപ്പോഴും വേണ്ടതുപോലെ പരിഗണിക്കപ്പെട്ടിട്ടില്ല ആ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ എന്ന പരാതി അവർക്കുണ്ട്. അജീഷിന്റെ ബന്ധു ബേബി പണിച്ചിയിൽ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പമുണ്ട്. മറ്റൊരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യുകയും അവിടുത്തെ ജനങ്ങൾ ഭീതിയിൽ കഴിയുകയും ചെയ്യുമ്പോൾ 1 വർഷം മുൻപ് ഇതേ വിധി നേരിടേണ്ടി വന്ന അജീഷിന്റെ കുടുംബത്തിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുകൂടി നമ്മൾ അറിയണമല്ലോ. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ റിജിൽ മാക്കുറ്റി ചർച്ചയിൽ പങ്കെടുക്കുന്നു. CPM-ന്റെ പ്രതിനിധി ശ്രീ SK സജീഷ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും. കേരള ഇൻഡിപെൻഡന്റ് ഫാമേഴ്സ് അസോസിയേഷൻ കിഫയുടെ ചെയർമാൻ ശ്രീ അലക്സ് ഒഴുകയിലും ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉണ്ട്. ഞാൻ മറ്റ് അതിഥികളിലേക്ക് പോകുന്നതിന് മുൻപ് അജീഷിന്റെ ബന്ധുവായ ബേബി പണിച്ചിയിലിനോടാണ് ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുള്ളത്. ശ്രീ ബേബി, ഈ അജീഷിന്റെ മരണം നടന്ന സമയത്ത് വനം വകുപ്പും സർക്കാരും ചില ഉറപ്പുകൾ നൽകിയിരുന്നല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് ഈ 50 ലക്ഷത്തോളം വരുന്ന ധനസഹായം, പിന്നെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു, മക്കളുടെ പഠനം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിരുന്നു, കടം എഴുതിത്തള്ളുമെന്ന് പറഞ്ഞിരുന്നു. ഈ വാഗ്ദാനങ്ങളൊക്കെ നൽകിയ ശേഷം വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ? സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് പാലിക്കപ്പെട്ടിട്ടുള്ളത്? എന്ത് കിട്ടി അജീഷിന്റെ കുടുംബത്തിന്? ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. 10 ലക്ഷം രൂപ കിട്ടി. 50 ലക്ഷം രൂപയാണ് ഞങ്ങളോട് എഗ്രിമെൻ്റ് വെച്ച് പറഞ്ഞേക്കണത്. 50 ലക്ഷം രൂപ പിള്ളേരുടെ പഠിത്തത്തിനുള്ള പൈസ പൂർണ്ണമായിട്ടും കട എഴുതി തള്ളണമെന്ന് പറഞ്ഞിട്ടുണ്ട്, തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് 50 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കട എഴുതി തള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ഥിരം ജോലിയാണ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവർക്കടെ ഡെയിലി വേസിനല്ല പറഞ്ഞത്, ഞങ്ങൾക്ക് സ്ഥിരം ജോലി തരാമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് എഗ്രിമെൻ്റ് തന്നിട്ടുണ്ട്. ജഗാരൻ ജില്ലാ സെക്രട്ടറി എന്നോട് പറഞ്ഞത്, ജഗാരൻ പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞതിന് തുല്യമാണെന്നാണ് പറഞ്ഞത്. ജഗാരൻ പിന്നെ ആ വഴിക്ക് വന്നിട്ടില്ല. ഈ 10 ലക്ഷം രൂപയാണ് ഒരു മനുഷ്യൻ്റെ ജീവൻ്റെ വില. ഇവർ അവിടെ AC-യിലിരുന്നിട്ട് പറയണതല്ല ഇത് കളി. വരട്ടെ ഇവിടെ കൃഷിക്കാരുടെ അടുത്തേക്ക്. ആനേനെയും ഈ കുരങ്ങിനെയും പന്നീനെയും എല്ലാത്തിനെയും അവർ പിടിച്ചു വെക്കട്ടെ.
ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ പൈസ തന്നിരിക്കണം. തന്നില്ല ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾ നിയമ നടപടിക്ക് പോകും. കടം എഴുതി തള്ളണം, കൊച്ചിന് ജോലിയും കൊടുക്കണം, അർജൻറ്റായിട്ട് ജോലി കൊടുക്കണം. കൊടുത്തില്ല ഞങ്ങൾ സമ്മതിക്കില്ല. ഇവർ 10 ലക്ഷം എന്ന് പറഞ്ഞാൽ പോരാ, ഞങ്ങൾക്ക് 50 ലക്ഷം എന്ന് പറഞ്ഞാൽ 50 ലക്ഷവും കിട്ടണം. ഇല്ല ഞങ്ങൾ നിയമ നടപടിക്ക് പോകും. മന്ത്രിമാരവിടെ ഇരുന്ന് പറഞ്ഞാൽ പോരാ. ജഗാരൻ പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞതിന് തുല്യാന്നാ എന്നോട് പറഞ്ഞത്. ആ ജഗാരൻ എവിടെ പോയി? ഇപ്പം എത്ര ആളെ കൊന്നു ഇവിടെ? ഈ ആഴ്ച തന്നെ 4 ആളെ കൊന്നു. 10 ലക്ഷം രൂപ കൊടുത്താൽ പോരാ, അവരെ കുടുംബം നോക്കണം. ഞങ്ങളുടെ കുടുംബത്തിൽ അത്താണിയാണ് പോയത്. ഞങ്ങൾക്ക് കിട്ടേണ്ട പൈസ കിട്ടിയിരിക്കണം, ഉടനെ തന്നെ കിട്ടണം. അവിടെ ഇരുന്നാൽ പോരാ. ഇവർക്ക് മാസം തോറും ശമ്പളം കൂട്ടണുണ്ടല്ലോ. ഈ മന്ത്രിമാർക്കും MLA-മാർക്കും കോടികളും ലക്ഷങ്ങളല്ലേ ശമ്പളം വന്നത്. ഞങ്ങൾക്ക് എന്താ വന്നത്? കൃഷിക്കാർക്ക് ഇവിടെ എന്ത് കൊടുക്കണുണ്ട് ഇവർ സർക്കാർ? ഞങ്ങൾക്ക് എഗ്രിമെൻ്റ് തന്നിട്ടുണ്ട്, ഇന്നതൊക്കെ തരാമെന്നും പറഞ്ഞ്. അത് എല്ലാ ഉദ്യോഗസ്ഥന്മാരും MLA അടക്കം ഒപ്പിട്ടേക്കണതാ. ജഗാറിന് ഒപ്പിട്ടിട്ടുണ്ട്, എല്ലാവരും ഒപ്പിട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടേണ്ട പൈസ കിട്ടിയിരിക്കണം. ആ കുടുംബം നോക്കണം ഞങ്ങൾക്ക്. ഇവർ 10 ലക്ഷം വെച്ചേച്ച് ഇപ്പം ആന കൊന്നു കഴിഞ്ഞാൽ 10 ലക്ഷം അവിടെ എഴുതി വെച്ചാൽ പോരാ. ഒരു മനുഷ്യൻ്റെ ജീവന് 10 ലക്ഷം അല്ലല്ലോ ഉള്ളത്. ഇവർക്ക് മാസം തോറും ശമ്പളം കൂട്ടണില്ലേ? ഇവർ ശമ്പളം കുറയ്ക്കട്ടെ, എന്നിട്ട് കൃഷിക്കാർക്ക് കൊടുക്കട്ടെ. ഇവർക്ക് എന്നതിന് ലക്ഷങ്ങളും 1.5 ലക്ഷം 2 ലക്ഷം എന്നതിന് ശമ്പളം. ഇവിടെയുള്ള കൃഷിക്കാരന് ഒരു 1200 രൂപ കൊടുക്കണേന് എത്ര ആളെ മുട്ടുകുത്തണം? ഉദ്യോഗസ്ഥന്മാരും പിന്നെ ഈ ഭരണക്കാരും കൂടെ കൃഷിക്കാരെ ശരിക്ക് വലയ്ക്കുക. പറ്റൂല ആ പണി. എല്ലാവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കണം. അല്ല ശ്രീ ബേബി, എനിക്ക് തോന്നുന്നത് ആദ്യഘട്ട സഹായം എന്ന നിലയിൽ 10 ലക്ഷം രൂപയാണ് കുടുംബത്തിന് നൽകിയത് അല്ലേ? 50 ലക്ഷം രൂപയായിരുന്നു വാഗ്ദാനം. പിന്നെ ബേബി ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കുടുംബത്തിന് ഒരാൾക്ക് ജോലി കൊടുക്കും, ഒരാൾക്ക് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞു, മക്കളുടെ പഠനം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു, കടം എഴുതി തള്ളുമെന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ് ഇപ്പോൾ എല്ലാം കടലാസിലുണ്ട്, വേണമെങ്കിൽ കോടതിയിൽ പോകുമെന്ന് പറഞ്ഞല്ലോ. ഇതിനിടയിൽ നിങ്ങൾ സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങിയോ? ഈ കാര്യങ്ങൾ എന്തായി എന്ന് കളക്ടറോട് അന്വേഷിച്ചോ? യാതൊരു സംശയവും ഇല്ല. ഞങ്ങൾക്ക് കിട്ടാമെന്ന് പറഞ്ഞ് തരാമെന്ന് പറഞ്ഞ് തന്നിരിക്കണം. ഞങ്ങൾക്ക് എഗ്രിമെന്റ് വെച്ചേക്കണം. ഇവര് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് തന്നില്ല, ഞങ്ങൾ കോടതിയിൽ പോകും. അത് ഗ്യാരണ്ടി തന്നെയാ, സംശയമൊന്നുമില്ല. അല്ല, ഈ നിങ്ങൾ ഇതിനു വേണ്ടി ഒരു ശ്രമം നടത്തിയോ? പ്രത്യേകിച്ച് കുട്ടികളുടെ പഠനം, അതായത് കുട്ടികളുടെ പഠനവും കുടുംബത്തിൽ ഒരാൾക്ക് ജോലിയും, അതായിരുന്നല്ലോ ബേബി ആദ്യം വേണ്ടിയിരുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിച്ചോ ഈ 1 വർഷത്തിനിടയിൽ? ജോലിക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് ഡെയിലി വൈസിനെ കിട്ടുകയുള്ളൂ പോലും. ഞങ്ങളോട് ഡെയിലി വൈസൊന്നല്ല പറഞ്ഞേക്കണേ, ഞങ്ങളോട് സ്ഥിരം ജോലി വേണമെന്നാണ് പറഞ്ഞേക്കണേ. സ്ഥിരം ജോലി തരാമെന്നാണ് ഞങ്ങളോട് പറഞ്ഞേക്കണേ. അല്ലേ ഞങ്ങൾ അന്ന് അവിടെ നിന്ന് എടുക്കൂല, അവർ പുഴുങ്ങി തിന്നേണ്ടി വന്നേനെ. ഞങ്ങളുടെ കൊച്ചിനെ അവിടെ വെച്ചേനെ ഞങ്ങൾ. അതിനും ഗ്യാരണ്ടി ആയിട്ട് തന്നെ പോയത് അവിടെ. അവർ പറഞ്ഞത് കൊണ്ട് അങ്ങനെ എഗ്രിമെന്റ് തന്നുകൊണ്ട് എടുത്താ, അല്ലെന്നൊരു അവർ തന്നെ തരേണ്ടി വന്നേനെ. അവർ പുഴുങ്ങി തിന്നുമല്ലാതെ ഞങ്ങളെ എടുക്കൂലായിരുന്നു. ഞങ്ങൾക്ക് അതിൻ്റെ വിഷമമുണ്ട്. ഞങ്ങളുടെ കൊച്ചു മരിച്ചാലും ഞങ്ങൾക്ക് വിഷമമുണ്ടെന്നേ. ഒരു കുടുംബം പോയേക്കണേ. അവൻ്റെ അമ്മയാണ് തളർന്നു കിടക്കണു, പറക്ക വയ്ക്കാത്ത മക്കളും. പിന്നെ ആര് നോക്കും അവരെ? സർക്കാർ പറഞ്ഞ പൈസ ഞങ്ങൾക്ക് തരണം, തരാതെ ഞങ്ങൾ സമ്മതിക്കില്ല. ശരി ബേബി, ഞാൻ താങ്കളിലേക്ക് വരാം. SK സജീഷ് CPIM പ്രതിനിധി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സജീഷ്, ഇന്നലെയാണ് നിയമസഭയിൽ വനം മന്ത്രി പറഞ്ഞത് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വന്യജീവി ഭീഷണിയിൽ കഴിയേണ്ടി വരുന്ന മലയോര ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എപ്പോൾ പരിഹാരം കാണാൻ കഴിയുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്ന അദ്ദേഹം ആ കണക്ക് അല്ലെങ്കിൽ ആ കാലാവധി സമയപരിധി എത്രയാണെന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. കഴിഞ്ഞ ദിവസമാണല്ലോ സജീഷ് പീരുമേട് സോഫിയ എന്ന സ്ത്രീ കൊല്ലപ്പെട്ടത് ഇതേപോലെ കാട്ടാന ആക്രമണത്തിൽ. അപ്പോൾ സോഫിയയുടെ ഭർത്താവ് പറഞ്ഞത് 2 വർഷം മുൻപ് ഇതേപോലെ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ സോഫിയെ കണ്ടപ്പോൾ ഭർത്താവായ ഇസ്മായിലിന്റെ തോളിൽ തട്ടി അന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും,
അതേ സ്ഥലത്ത് എവിടെ വെച്ചാണോ മന്ത്രി ഇത് പറഞ്ഞത് ആ സ്ഥലത്ത് വെച്ചാണ് സോഫിയ കൊല്ലപ്പെട്ടത്. അപ്പോൾ ഇസ്മായിൽ ചോദിച്ചത് മന്ത്രി കണ്ടെത്തിയ പരിഹാരം ഇതാണോ എന്നാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ സജീഷ്. കാരണം ഇതേപോലെ വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നവർക്ക് സർക്കാർ നൽകുന്ന വാഗ്ദാനങ്ങൾ ഏതളവിൽ പാലിക്കപ്പെടുന്നുണ്ട് എന്ന ഒരു ചോദ്യം സർക്കാരിന് നേരെ തിരിഞ്ഞുകുത്തുകയല്ലേ. ആ നാട്ടുകാർക്ക് ചില ആവശ്യങ്ങളുണ്ട്. ഇപ്പോൾ ഫെൻസിങ് നടപ്പാക്കണം, വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ റോന്തു ചുറ്റൽ ഉണ്ടാകണം, അവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി സുഖമായി അവരുടെ തുച്ഛമായ വരുമാനത്തിലാണെങ്കിൽ പോലും സമാധാനം നഷ്ടപ്പെടാതെ അവരുടെ വീടുകളിൽ അന്തി ഉറങ്ങാൻ കഴിയണം. ഇതൊക്കെ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ടല്ലോ സജീഷ്. എന്തുകൊണ്ടാണ് ഈ അലംഭാവം? ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ അലംഭാവം കൊണ്ടോ സർക്കാർ ഏതെങ്കിലും രീതിയിൽ നടപടി സ്വീകരിക്കാത്തതുകൊണ്ടല്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പരമാവധി പരിശ്രമങ്ങളെല്ലാം നടത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ കാണേണ്ടത് ഈ വിഷയം ശാശ്വതമായി പരിഹരിക്കണമെങ്കിൽ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളിൽ ഉൾപ്പെടെ കാതലായ മാറ്റം വരേണ്ടതുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ആനയുടെ ആക്രമണത്തിൽ തന്നെ കഴിഞ്ഞ ഒരു 2019 മുതൽ 24 വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ 2829 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇത് ഇത്തരത്തിലുള്ള ആനയുടെ, കടുവയുടെ, മറ്റ് ജീവികളുടെ എല്ലാം ആക്രമണം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഫലപ്രദമായി നേരിടണമെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള നിയമത്തിലെ മാറ്റങ്ങൾ ആവശ്യമാണ്. 1972 വന നിയമവുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾ ഉണ്ടാകണമെന്നും അതുപോലെ തന്നെ കേരളം നിരവധിയായ കർഷകരുടേതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ നിരവധിയായ പ്രശ്നങ്ങൾ നിവേദനങ്ങളിലൂടെ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിനോടെല്ലാം മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ബജറ്റിൽ പോലും ഈ മനുഷ്യ വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ട് 1 രൂപ പോലും അനുവദിക്കാൻ വേണ്ടി മറ്റ് അവഗണന പോലെ തന്നെ ഈ കാര്യത്തിലും അവഗണനയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കാണാൻ വേണ്ടി കഴിയും. നിയമം പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലാണ് നിലനിൽക്കുന്നത്. 2002 വരുത്തിയ ഭേദഗതി ഉൾപ്പെടെ കർഷകർക്കോ സാധാരണക്കാർക്കോ അനുകൂലമായിരുന്നില്ല. ആ ഭേദഗതിയിൽ പോലും നമുക്കറിയുന്ന കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുരങ്ങിനെ ഉൾപ്പെടെ 1-ാം ഷെഡ്യൂളിൽ പെടുത്തിയിരിക്കുകയാണ്. അതായത് ഒരു കടുവയോ ആനയോ മരണപ്പെട്ടാൽ, അത് ചത്തുപോയാൽ ഉണ്ടാകുന്നതിന് തുല്യമായ രീതിയിലുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇനി കുരങ്ങിൻ്റെ കാര്യത്തിൽ പോലും പാലിക്കണമെന്നുള്ള കർശനമായ നിയമമാണ് ഉണ്ടാക്കുന്നത്. പന്നിയെ ക്ഷുദ്രജീവിയുടെ പട്ടികയിലേക്ക് പെടുത്തണമെന്ന കേരളത്തിൻ്റെ ആവശ്യം സമ്പൂർണ്ണമായി നിരാകരിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. 1972 ഈ നിയമത്തിൽ കാതലായ മാറ്റം വരുത്താതെ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ ഒരു സംസ്ഥാന സർക്കാരിനും കഴിയുന്ന സാഹചര്യം നിലനിൽക്കുന്നില്ല. സജീഷ്, അതിനിടയിൽ ഒരു കാര്യം, ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ബേബി പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. 1 വർഷം മുൻപ് അജീഷിന് ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ അവിടെ എത്തിയ ഗവർണർ എത്തി, മന്ത്രിമാരെത്തി, അവർ നൽകിയ ഉറപ്പും വാഗ്ദാനവുമായിരുന്നു 50 ലക്ഷം രൂപ ധനസഹായം, കുടുംബത്തിലെ ഒരാൾക്ക് തൊഴിൽ, അതോടൊപ്പം തന്നെ കുട്ടികളുടെ പഠനത്തിന് വേണ്ട പിന്തുണ, അതിനു പുറമെ കടം എഴുതി തള്ളുമെന്നുള്ളത്. 2016 ശേഷം സജീഷ്, സംസ്ഥാനത്തെ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുകയോ അതല്ലെങ്കിൽ പരിക്കേൽക്കുകയോ ചെയ്തവരിൽ 3611 പേർക്ക് നഷ്ടപരിഹാരം നൽകിയിട്ടില്ല എന്ന കണക്ക് വനം വകുപ്പ് 2024 ഒക്ടോബറിൽ പുറത്തുവിട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അതിനും കേന്ദ്ര വനം നിയമമാണോ തടസ്സം? എന്തുകൊണ്ടാണ് സർക്കാർ നൽകിയ ഇത്തരം ഉറപ്പുകൾ പാലിക്കപ്പെടാതെ കിടക്കുന്നത്? അല്ല, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ മേഖലയിലും വനം മന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ടുള്ള വനം അദാലത്ത് സംഘടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമായി കുറേയേറെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും പ്രശ്നം പരിഹരിക്കപ്പെടാതെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽ വന്നാൽ പരിഹരിക്കപ്പെടാനും ഉള്ള എല്ലാ നിലപാടുകളും സ്വീകരിക്കപ്പെടുകയും ചെയ്യും. പക്ഷേ നമ്മളെപ്പോഴും അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കാതെ പുറമേ മാത്രം സ്പർശിച്ചു പോവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ സ്വീകരിക്കുകയും കുറ്റപ്പെടുത്തുകയും എല്ലാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കേരളത്തിലെ പ്രത്യേകിച്ച് വനമേഖലയുമായി ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിലെല്ലാമുള്ള ആളുകളുടെ ജീവനും അവരുടെ കൃഷിയും എല്ലാം സംരക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെ സംരക്ഷിക്കണമെങ്കിൽ കേരളം പോലെയുള്ളൊരു സംസ്ഥാനത്തിന്, കേരളത്തിന് മാത്രമല്ല രാജ്യത്തുടനീളം 1972 ഈ നിയമത്തിൽ മാറ്റമുണ്ടാകേണ്ടതുണ്ട്. അതിനാണ് നാം ഒറ്റക്കെട്ടായി ആവശ്യപ്പെടേണ്ടത്. മറ്റു പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടേണ്ടതാണ്. അത് പരിഹരിക്കാനുള്ള നിലപാടുകളും സ്വീകരിക്കപ്പെടുന്നുണ്ട്. ഇതിൽ ആർക്കും ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടി പറ്റുന്നതല്ല. ഇവിടെ 72 ശേഷം 5 ഭേദഗതികൾ ഈ നിയമത്തിനകത്തുണ്ടായിട്ടുണ്ട്. ഒന്നും ഈ മനുഷ്യപക്ഷത്തു നിന്നുകൊണ്ടുള്ള ഭേദഗതിയായിരുന്നില്ല. അവസാനം ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് കാലത്ത് ഉണ്ടായ ഭേദഗതിയും അതിനു മുമ്പ്
വാജ്പേയിയുടെ കാലത്തുണ്ടായ ഭേദഗതിയായാലും എല്ലാം തന്നെ ഈ ഭേദഗതികളൊന്നും തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന ഭേദഗതികളായിരുന്നില്ല. പകരം ഈ പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കാനും കൂടുതൽ കർശനമാക്കാനും കഴിയുന്ന ഭേദഗതികളാണ് എല്ലാം വന്നിട്ടുള്ളത് എന്ന് നമ്മൾ കാണണം. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം, ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സംഭവങ്ങളുടെ വൈകാരികതയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വിഷയങ്ങളെ കാണുന്നത്. അത് അവസാനിച്ച് ആ വൈകാരികത അവസാനിക്കുമ്പോൾ അവസാനിക്കേണ്ടതല്ല, ശാശ്വതമായ പരിഹാരം ഉണ്ടാകേണ്ടതാണ്. ആ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള നിലപാടുകളാണ് സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ സജീഷ് ആ പറഞ്ഞത്, അതായത് ശാശ്വതമായ പരിഹാരം ഈ മലയോര ഗ്രാമങ്ങളിലെ ആളുകളുടെ ഭീതി മാറ്റാൻ വേണം, അത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. അതിന് തടസ്സമായി നിൽക്കുന്ന സാങ്കേതികമായ നിയമം പോലെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും. സജീഷ്, ഞാൻ അതിനോട് യോജിക്കുന്നു, അതിൽ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്, അതിനോടൊക്കെ ഞാൻ യോജിക്കുന്നു. പക്ഷെ സജീഷ്, ഒരു അടച്ചുറപ്പുള്ള വീട്ടിലെങ്കിലും സുഖമായി കിടന്നുറങ്ങാൻ കഴിയുന്നില്ല അവിടുത്തെ ജനങ്ങൾക്കെങ്കിൽ ആരാണ് അതിന് സമാധാനം പറയേണ്ടത്? അവിടെ വന്യജീവി ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകും. ഏത് നിമിഷവും ഏതെങ്കിലും ഒരു കാട്ടാനയുടെ കൊമ്പിനിടയിലോ ഒരു പുലിനഖത്തിനിടയിലോ ഒരു കാട്ടുപന്നിയുടെ കുത്തിലോ ജീവൻ പൊലിഞ്ഞു പോകാവുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു സമീപനമെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണ്ടേ സജീഷ്? വനംവകുപ്പ് മന്ത്രി എന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്? വനമേഖല, ജനവാസ മേഖലയിലല്ല, വനമേഖലയിലാണ് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ആദിവാസികളല്ലാത്തവർ എങ്ങനെ വനമേഖലയിലെത്തി? അത് നിയമവിരുദ്ധമാണ്. ഇങ്ങനെയാണോ ഈ പ്രശ്നത്തോട് ഉത്തരവാദിത്വത്തോടുകൂടി സംസ്ഥാനത്തെ വനം വകുപ്പ് മന്ത്രി പ്രതികരിക്കേണ്ടത്? പിന്നെ താങ്കൾ പറഞ്ഞു വൈകാരികമായി ഈ വിഷയത്തെ സമീപിച്ചിട്ട് കാര്യമില്ല എന്ന്. ഉറ്റവരും ഉടയവരും ഏക ആശ്രയവും അത്താണിയുമായ ആളുകൾ ഇതുപോലെ കൺമുന്നിൽ കടന്ന് പിടഞ്ഞു മരിക്കുമ്പോൾ വൈകാരികമല്ലെങ്കിൽ പിന്നെ ആ സാഹചര്യത്തെ മറ്റേത് തരത്തിലാണ് വിശേഷിപ്പിക്കുക സജീഷ്? അവർക്ക് വേണ്ടത് അവിടെ ജീവിക്കാനുള്ള ആത്മധൈര്യം കൊടുക്കലാണ്. അവർക്ക് വേണ്ടത് അതിന് കഴിയാനുള്ള വക കണ്ടെത്തി കൊടുക്കുകയാണ്. അവർക്ക് വേണ്ടത് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങാതെ മുന്നോട്ട് പോകാനുള്ള അവസരം ഒരുക്കലാണ്. അവർക്ക് വേണ്ടത് കടം എഴുതി തള്ളുന്നടക്കമുള്ള സമാശ്വാസ നടപടികളാണ്. അതെവിടെ നടക്കുന്നു? അതാണ് എൻ്റെ ചോദ്യം. അതിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ 10 മിഷനുകൾക്ക് കേരളത്തിലെ സർക്കാർ ഇപ്പോൾ രൂപം കൊടുത്തിട്ടുണ്ട്. ഈ തരത്തിൽ ആത്മവിശ്വാസം പകരുന്ന രീതിയിൽ 10 മിഷനുകൾ, ഓരോ വിഷയത്തിലും ഇടപെടാനുള്ള റാപ്പിഡ് റെസ്പോൺസ് ടീം ഉൾപ്പെടെ പുതുതായി നിയമിക്കുന്ന ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനനുസരിച്ച് കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉൾപ്പെടെയുള്ള പലതായ കാര്യങ്ങൾ, വന്യജീവികൾ ജനവാസ കേന്ദ്രത്തിലേക്ക് വരാതിരിക്കാൻ അവരുടെ ഭക്ഷണം ഉൾപ്പെടെയുള്ള വെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാം കാണേണ്ടത്, ഇപ്പോൾ ബജറ്റിൽ തന്നെ ഈ വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ തന്നെ 70 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. വന്യജീവി സംരക്ഷണത്തിൻ്റെ ഭാഗമായി 305 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ നിലനിൽക്കുമ്പോൾ നമുക്കറിയാം 1 രൂപ പോലും ഈ ഒരു വിഭാഗത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് മാറ്റിവെക്കപ്പെടുന്നില്ല. അവർ പണം തരുന്നില്ല, പതിവ് അവഗണനയുടെ ഭാഗമായി. പക്ഷേ പണം തരുന്നില്ലെങ്കിൽ ഈ നിയമത്തിനകത്ത് ആവശ്യമായ ചില ഇളവുകളെങ്കിലും നൽകാൻ വേണ്ടി തയ്യാറാകണമല്ലോ. ഈ കാലത്തിനനുസരിച്ചുള്ള പരിഷ്കാരങ്ങൾ വരുത്താൻ വേണ്ടി തയ്യാറാകണമല്ലോ. ഇപ്പം നമുക്കറിയാം, അതിൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം എല്ലാം വലിയ കുരങ്ങിൻ്റെ ശല്യമുണ്ട്. ആ കുരങ്ങിൻ്റെ ഷെഡ്യൂൾ ഇപ്പോൾ 1-ാം ഷെഡ്യൂളിലേക്ക് ആന, കടുവ തുടങ്ങിയ ജീവികളുടെ ഷെഡ്യൂളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തൊടാൻ വേണ്ടി പോലും പറ്റാത്ത രീതിയിൽ മാറ്റുകയാണ്. പന്നിയെ ഒരു തരത്തിലും ഈ പറഞ്ഞ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ അതിനനുസൃതമായിട്ടുള്ള നിയമപരമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകുന്നില്ല. കൂടുതൽ കർശനമാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ കേരളം പരിമിതിക്കകത്തു നിന്നുകൊണ്ടാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അധികാരം നൽകിക്കൊണ്ട് വെടിവെക്കാനുള്ള അധികാരം ഇന്ത്യയിൽ ആദ്യമായി നൽകിയത് കേരളത്തിനാണ്. ഇത്തരം സമീപനങ്ങളെല്ലാം സ്വീകരിക്കുന്നുണ്ട്. ആ സമീപനം സ്വീകരിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കേണ്ടത്, മനുഷ്യജീവനുകൾ രക്ഷിക്കേണ്ടത് അത് ഈ നിയമത്തിൻ്റെ കൂടി ഭാഗമായി നിന്നുകൊണ്ട് നടക്കേണ്ടതാണ് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അതിനെ അങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെയുള്ള മറ്റു വൈകാരികതകളെക്കുറിച്ചല്ല. വൈകാരികത ഉണ്ട്, അതിനെ നമ്മളും അതേ നിലയിൽ കാണുന്നു. ഒരാളുടെ ജീവന് പോലും അല്ലെങ്കിൽ ശരീരത്തിൽ പോലും ഒരു പോറൽ മേൽക്കാൻ വേണ്ടി പാടില്ല. അതിൻ്റെ വിഷമവും സങ്കടവും എല്ലാം നമുക്കെല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ആ സമയത്ത് നമ്മൾ കൂടുതൽ ഗൗരവകരമായ ഈ പരിഹാരത്തിന് കൂടി സഹായകരമാവുന്ന രീതിയിലുള്ള ചർച്ചകൾ കൂടി ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. ആ വൈകാരികതയിൽ അവസാനിച്ചു പോകേണ്ടതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി സജീഷ്. ഞാൻ ഈ സജീഷ് രണ്ടാം ഘട്ടത്തിൽ നമുക്കത് വിശദമായി ചർച്ച ചെയ്യാം. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇന്നിപ്പോൾ 10 മിഷനുകൾക്ക് രൂപം കൊടുത്തിട്ടുണ്ട് വനം വകുപ്പ്. ഇന്ന് ചേർന്നിട്ടുള്ള ഉന്നതതല യോഗത്തിന് ശേഷം ആ 10 മിഷനുകളെ കുറിച്ചാണ് താങ്കൾ ഇപ്പോൾ വിശദീകരിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നുമുണ്ട്. ഞാൻ വരാം ശ്രീ അലക്സ് ഒഴുകയിൽ. സംസ്ഥാന സർക്കാരിന് ഈ അവരുടെ അലംഭാവത്തെക്കുറിച്ച്
അല്ലെങ്കിൽ അവർ സൃഷ്ടിക്കുന്ന ആശങ്കകളെ കുറിച്ച് നാട്ടുകാർ ചോദിക്കുമ്പോൾ പറയാൻ ചില ഉത്തരങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ട് വന്യമൃഗങ്ങൾ, ഞാൻ വരാം ശ്രീ ബേബി, ഞാൻ കാണുന്നുണ്ട് താങ്കൾ കൈ ഉയർത്തുന്നത്, എന്തുകൊണ്ട് വന്യമൃഗങ്ങൾ പതിവില്ലാത്ത വിധം നാട്ടിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് ചോദിക്കുമ്പോൾ വനം വകുപ്പിന് പറയാനുണ്ട്, കാടിലെ ചൂട് കാരണം മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നുവെന്ന്. എന്തുകൊണ്ടാണ് ഒരു നടപടി സ്വീകരിക്കാൻ കഴിയാത്തതെന്ന് ചോദിക്കുമ്പോൾ സർക്കാരിന് പറയാനുണ്ട്, കാലഹരണപ്പെട്ട വന്യജീവി സംരക്ഷണ നിയമം അതിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികൾക്ക് മുന്നിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു എന്നവർക്ക് പറയാനുണ്ട്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ ധനസഹായം അടക്കമുള്ള വാഗ്ദാനങ്ങൾ പാലിക്കാതെന്ന് ചോദിക്കുമ്പോൾ പറയാനുണ്ട്, ബജറ്റിലെ നീക്കിയിരിപ്പ് തുക പോലും നൽകാൻ കഴിയാത്ത തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നമ്മുടെ നാട് എന്ന്. കാരണം 2024 ബജറ്റിൽ അനുവദിച്ചതിൻ്റെ ഈ 65% മാത്രമേ വന്യജീവി ആക്രമണ പ്രതിരോധത്തിന് വേണ്ടി കൈമാറിയിട്ടുള്ളൂ. ഇങ്ങനെ വനം നിയമം, അതോടൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ അവഗണന, കേന്ദ്രം നൽകാനുള്ള തുക നൽകാതിരിക്കൽ, ബജറ്റിൽ തുക വകയിരുത്താൻ കഴിയാത്ത സാമ്പത്തിക പ്രതിസന്ധി, ഇങ്ങനെ തുടങ്ങി 1, 2, 3, 4, 5 ഒരുപാട് ന്യായവാദങ്ങൾ സർക്കാരിന് നിരത്താനുണ്ട്. അതിൽ അടങ്ങിയിരിക്കേണ്ടതാണോ ഈ ദുരിതമുഖത്ത് കഴിയുന്ന ജനങ്ങളുടെ അവസ്ഥ, അവരുടെ പ്രതിഷേധം? ഈ ന്യായവാദങ്ങളെ സ്വീകരിക്കുന്നുണ്ടോ കിഫ? ഒരിക്കലുമില്ല ഗോപികൃഷ്ണൻ. നമ്മള് ഈ വിഷയത്തിലേക്ക് ഇത് രണ്ട് തരത്തിലാണ് നമുക്ക് ഈ വിഷയത്തെ കാണേണ്ടത്. ഒന്ന്, ഷോർട്ട് ടൈം ആയിട്ട് ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് ലോങ് ടൈം ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ അതിലേക്ക് വിശദമായിട്ട് പറയാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഇപ്പൊ നേരത്തെ നമ്മുടെ ബേബി പനച്ചിക്കൽ അജീഷിന്റെ ബന്ധു പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അവർക്ക് 50 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് 10 ലക്ഷം മാത്രമേ കിട്ടിയുള്ളൂ. അവരതിന് നിയമ നടപടികളിലേക്ക് പോകും. ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു, ഈ നിയമ നടപടി അവർ വളരെ മുമ്പേ ആരംഭിക്കേണ്ടതായിരുന്നു. ഈ സർക്കാരിൽ നിന്ന് 40 ലക്ഷം രൂപ കിട്ടുമെന്ന പ്രതീക്ഷയോ അല്ലെങ്കിൽ സ്ഥിരം ജോലി കിട്ടുമെന്ന പ്രതീക്ഷ വേണ്ട. കാരണം ഇതിന് അജീഷ് കൊല്ലപ്പെടുന്നതിന് 1 വർഷം മുമ്പ് വയനാട്ടിൽ തന്നെ കടുവയുടെ ആക്രമണത്തിൽ തോമസ് എന്ന വ്യക്തി കൊല്ലപ്പെട്ടിരുന്നു. ആ തോമസിന്റെ കുടുംബത്തിനും ഇതേ ഉറപ്പ് സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു. MLA മാരടക്കം ആളുകൾ ഒപ്പിട്ട് കൊടുത്തതാ. അതിനുശേഷം ഞങ്ങൾ ഇത് RTI പ്രകാരം ഇതിന്റെ ഒരു ഫോളോ അപ്പ് ചെയ്തപ്പോൾ സർക്കാർ എഴുതി ഒപ്പിട്ട് തന്ന മറുപടി എന്റെ കയ്യിലുണ്ട്. അതിൽ അവർ പറഞ്ഞിരിക്കുന്ന ഇതാണ്: വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടാൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നാണ് 10 ലക്ഷം രൂപ കൊടുക്കുന്നത്. അത് തോമസിന് കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി കൂടുതലൊന്നും കൊടുക്കാൻ വകുപ്പില്ല എന്ന് പറഞ്ഞിട്ടുള്ള മറുപടി. ഇതാണ് RTI പ്രകാരം കിട്ടിയ മറുപടി എന്റെ കയ്യിലുണ്ട്. ഞാനത് ഗോപികൃഷ്ണൻ അയച്ചുതരാം. ഇതേ മറുപടിയാണ് അജീഷിന്റെ കാര്യത്തിൽ നടക്കാൻ പോകുന്നത്. ഇതേ മറുപടിയാണ് പോളിന്റെ കാര്യത്തിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തൽക്കാലം ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് പ്രശ്നം ഒതുക്കുക എന്നതിന് നൽകുന്ന ജലരേഖ മാത്രമാണ് ഈ ഉറപ്പുകൾ. അതിൽ ഒപ്പിട്ടിരിക്കുന്നത് മാനന്തവാടി MLA കേളുവുണ്ട്, ഇപ്പൊ അദ്ദേഹം മന്ത്രിയാണ്. ബത്തേരി MLA IC ബാലകൃഷ്ണനുണ്ട്, അതുപോലെ ADM ഉണ്ട്, അതുപോലെ മറ്റ് ജനപ്രതിനിധികളുണ്ട്. ഇവരെല്ലാം ഉത്തരവാദപ്പെട്ട ആളുകൾ ഒപ്പിട്ടാ. അതൊക്കെ വെറും ജലരേഖ മാത്രമാണ്. അപ്പൊ ആ ഒരു തട്ടിപ്പ് നിർത്തണം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല, 10 ലക്ഷം ഉള്ളൂ എന്ന് പറഞ്ഞ് നിർത്തുക. ആളുകളെ വെറുതെ പറഞ്ഞു പറ്റിക്കരുതെന്ന് മാത്രമാണ് എനിക്ക് സജീഷിനോടും സർക്കാരിനോടും പറയാനുള്ളത്. അത് ഫസ്റ്റ് കാര്യം. അതിനകത്ത് ഒരു 1 മിനിറ്റ് ശ്രീ അലക്സ് ഒഴികയിൽ അതിന് സർക്കാർ പറയുന്ന ഒരു വാദം, ഒന്ന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, നമ്മുടെ ഖജനാവ് കാലിയാണ്. രണ്ടാമത്തെ കാര്യം, ഈ ധനസഹായത്തിന് വേണ്ടി സമർപ്പിക്കുന്ന രേഖകളിലെ സാങ്കേതികമായ പിഴവുകളും തെറ്റുകളും ഒക്കെ നഷ്ടപരിഹാരം വൈകുന്നതിന് ഒരു കാരണമാകുന്നു എന്നാണ്. ഇപ്പോൾ 2016 ശേഷം 3611 പേർക്ക് നഷ്ടപരിഹാരം നൽകിയിട്ടില്ല എന്ന് 2024 ഒക്ടോബറിൽ വനം വകുപ്പ് പുറത്തുവിട്ട കണക്കിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഈ പിഴവുകളാണോ യഥാർത്ഥത്തിൽ, അതായത് ഈ സാങ്കേതിക തടസ്സമാണോ യഥാർത്ഥത്തിൽ ഈ തടസ്സങ്ങൾക്ക് കാരണം? അതല്ലെങ്കിൽ പിന്നെ തൊഴിൽ, കുട്ടികളുടെ വിദ്യാഭ്യാസം, അവർക്ക് നൽകേണ്ട പണം, ഇതിനൊക്കെ മുടക്കം വരാൻ മറ്റെന്ത് കാരണമാണ് താങ്കൾ കാണുന്നത്? ഇല്ല, സാങ്കേതിക പ്രശ്നമുള്ള കേസുകളുണ്ട്. പക്ഷേ ഈ അജീഷിന്റെ കേസിലോ പോളിന്റെ കേസിലോ തോമസിന്റെ കേസിലോ സാങ്കേതിക പ്രശ്നമില്ല. കാരണം ഈ അവകാശ തർക്കമുള്ളതാണ് സാങ്കേതിക പ്രശ്നം എന്ന് പറയുന്നത്. ഇവരുടെ കാര്യത്തിൽ അങ്ങനെ ഒരു കേസുമില്ല. അതിൽ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അവരുടെ അവകാശികളൊക്കെ കൃത്യമായിട്ട് ഡോക്യുമെന്റഡ് ആണ്, രേഖാമൂലം ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ 3 കേസിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഓക്കെ, ഡോക്യുമെന്റിന്റെ പ്രശ്നമല്ല, അത് മറ്റ് ചില കേസുകളിൽ ഉണ്ടാവാം. അതല്ല ഇതിനകത്തുള്ള പ്രശ്നം. പിന്നെ ഫണ്ട് ഇല്ല എന്ന് പറയുന്നത്, ഫണ്ട് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് കൊടുക്കുമെന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നത് ഞാൻ ചോദിക്കുന്നത്. ഫണ്ടില്ലെങ്കിൽ ഫണ്ടില്ല എന്ന് പറഞ്ഞൂടെ? 10 ലക്ഷം ഉള്ളൂ, നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ ഇതും കൊണ്ട് പോവാ, ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോ എന്ന് പറയാ. അപ്പൊ എന്തിനാണ് ആളുകൾ സമരം ചെയ്യുമ്പോൾ പറഞ്ഞു പറ്റിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. പിന്നെ 10 ലക്ഷം രൂപ ഒരു മനുഷ്യന് വിലയിട്ടത് ആരാണ്, എന്താണ് അതിന്റെ അടിസ്ഥാനം എന്നുള്ള ചോദ്യം വളരെ വലിയൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. ഓക്കെ, അത് തുച്ഛമായ തുകയാണ്, അത് പോരാ. അപ്പോ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ സജീഷ് പറഞ്ഞു, സജീഷ് ഇപ്പം ഈ ചർച്ചയിൽ മാത്രമല്ല, നേരത്തെ പല ചർച്ചയിലും വന്നിട്ട് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നു. കേന്ദ്ര നിയമം മാറ്റേണ്ടതുണ്ട്, ഒരു സംശയമില്ല, ഒരു തർക്കവുമില്ല. ഒരു കാര്യം കൂടി, വന്യജീവി ആക്രമണം തടയാൻ വേണ്ടി കേന്ദ്ര സർക്കാരിനോട് 650 കോടി രൂപ ആവശ്യപ്പെട്ടിട്ട് 2 വർഷമായിട്ടുണ്ട്. അതിലൊരു നടപടി ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു വസ്തുത കൂടി ഉണ്ട്. അല്ല, തീർച്ചയായിട്ടും അതെ. അല്ല, ഇത് കൺകറന്റ് ലിസ്റ്റിലുള്ള ഒരു സംഗതിയാണ്. കേന്ദ്രത്തിന് സംസ്ഥാനത്തിന് ഉത്തരവാദിത്വം ഉണ്ട്. അതുകൊണ്ട് കേന്ദ്രം ഫണ്ട് തരേണ്ടതാണ്, അത് തരുന്നില്ല. അത് അതിന്റെ പൊളിറ്റിക്കൽ വിഷയങ്ങൾ അവിടെ ഉണ്ട്, അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ സംസ്ഥാനത്തിന് എന്ത് ചെയ്യാൻ പറ്റും? സംസ്ഥാനം ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം
മന്ത്രി ഉണ്ടായിരുന്ന ഒരു സഭയിൽ വെച്ച് മുന്നോട്ട് വെച്ച നിർദ്ദേശമാണ് വിസ്ത ക്ലിയറൻസ്. 100 മീറ്റർ വീതിയിൽ ഗുരുതരമായ പ്രശ്നമുള്ള മേഖലയിൽ 100 മീറ്റർ വീതിയിൽ വനത്തിന്റെ അതിര് ക്ലിയർ ചെയ്ത് വിസ്ത ക്ലിയറൻസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആളുകൾക്ക് ആനയും കടുവയും പുലിയൊക്കെ നിൽക്കുന്ന കാണുമെങ്കിലും ചെയ്യാം. അവർക്ക് ഓടി രക്ഷപ്പെടാനുള്ള ഒരു അവസരമെങ്കിലും കിട്ടും. ഇപ്പൊ വയനാട് പോലുള്ള ഈവൻ ടെറൈന ഉള്ള മേഖലകളിൽ ഈ വിസ്ത ക്ലിയറൻസ് വളരെ വിജയകരമായിട്ട് ചെയ്യാൻ പറ്റും. അത് ചെയ്യാൻ ഒരു കേന്ദ്രത്തിന്റെ പെർമിഷൻ വേണ്ടല്ലോ. കാരണം ഫയർ ലൈൻ തെളിക്കുന്ന എല്ലാ വർഷവും തെളിക്കാറുണ്ട്. ഫോറസ്റ്റ് മാനേജ്മെന്റ് പ്ലാനിന്റെ ഭാഗമായിട്ട് 100 മീറ്റർ വീതിയിൽ വിസ്ത ക്ലിയറൻസ് ചെയ്യാൻ ഒരു സാങ്കേതിക തടസ്സവും ഇല്ല, ഒരു കേന്ദ്ര ഗവൺമെന്റ് പെർമിഷനും വേണ്ട. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? സജീഷ് ഉത്തരം പറയണം. അതുപോലെ ഇപ്പൊ കോതമംഗലത്ത് നമ്മുടെ എൽദോസിനെ ആന ചവിട്ടിക്കൊന്ന കേസ് റോഡാണ്, വനത്തിനകത്തോടെ പോകുന്ന ഊരിലേക്ക് പോയ റോഡാണ്. ആ റോഡിന്റെ ചുറ്റും മരങ്ങളും കുറ്റിക്കാടുകളും വളർന്നു നിൽക്കുന്നു, കാണാൻ പറ്റില്ല ആന. പെട്ടെന്ന് റോഡിലേക്ക് വന്ന് കൊന്നു. അങ്ങനെ വനത്തിനുള്ളിൽ കൂടെ പോകുന്ന റോഡിന്റെ 10 മീറ്റർ 2 സൈഡ് ക്ലിയർ ചെയ്ത് കുറ്റിക്കാടുകളും മരങ്ങളും വെട്ടി ക്ലിയർ ചെയ്തിടാൻ എന്ത് സാങ്കേതിക തടസ്സമാണ്? ഏത് കേന്ദ്ര ഗവൺമെന്റ് പെർമിഷനായി സർക്കാരിന് വേണ്ടത്? സജീഷ് ഒന്ന് പറഞ്ഞേ. അപ്പൊ പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ വനത്തിന് വെളിയിലേക്ക് ഇറങ്ങി വരുന്ന മൃഗങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ മൃഗങ്ങളെ പരിക്കേൽപ്പിക്കുകയും മൃഗങ്ങൾ ചത്തുപോയാലോ അങ്ങനെ ചെയ്യുന്ന, അതായത് വനത്തിന് വെളിയിൽ പ്രതിരോധം തീർക്കുന്ന കർഷകർക്കെതിരെ കേസെടുക്കില്ല എന്ന് സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാൻ അധികാരമുണ്ടല്ലോ. അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ. മാങ്കുളത്ത്, ഇടുക്കി ജില്ലയിൽ മാങ്കുളത്ത് പുലിയെ കൊന്ന ഗോപാലിന്റെ പേരിൽ കേസെടുക്കില്ല എന്ന് നമ്മുടെ വനം മന്ത്രി CK ശശീന്ദ്രൻ പ്രഖ്യാപിച്ച പരസ്യമായിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് CRPC 100 BNSS 152 പ്രകാരം സെൽഫ് ഡിഫൻസ് എന്ന് പറയുന്ന പ്രൊഫഷൻ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. അപ്പൊ കേന്ദ്ര സർക്കാരിനോട് കൃത്യമായിട്ട് പറയാ, ഇവിടെ പ്രശ്നമുണ്ട്, നിങ്ങൾ നിയമം മാറ്റുന്നില്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തുള്ള നിയമം വെച്ച് ഞങ്ങൾ ഇതിനെ പ്രതിരോധിക്കും. നിങ്ങൾ പരാതി പറഞ്ഞുകൊണ്ട് വരരുത്. ഇത് കൺകറന്റ് ലിസ്റ്റുള്ള നിയമമാണ്. അതിന് 2 സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും അധികാരമുണ്ട്. നിങ്ങൾ നിയമം നിർമ്മിച്ചാൽ മാത്രം പോരാ, നടപ്പാക്കാനുള്ള ഫണ്ട് തരണം, സംസ്ഥാനങ്ങൾക്ക് അതിനുള്ള ഫ്ലെക്സിബിലിറ്റി കൊടുക്കണം. അത് തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറയാനുള്ള രാഷ്ട്രീയ ആർജവുമില്ല LDFന്. ഇവിടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കേണ്ട കാര്യമില്ല. CAA നിയമം ഇല്ലേ? CAA നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച മുന്നണിയല്ലേ LDF. CAA ഈ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന സാധനം സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ വരുന്ന കാര്യമല്ലല്ലോ. അത് യൂണിയൻ ലിസ്റ്റ് മാത്രമാണ്. അതിൽ പോലും അഭിപ്രായം പറഞ്ഞ സർക്കാരായത്. പിന്നെ എന്തുകൊണ്ടാണ് കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന ഈ വിഷയത്തിൽ ഞങ്ങൾ ഇതിന്റെ നിലപാടെടുക്കും, നിങ്ങൾ നിയമം മാറ്റണം, അല്ലെങ്കിൽ കൂടുതൽ ഫണ്ട് അനുവദിക്കണം, ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ നിലപാടെടുക്കും. വനത്തിന് വെളിയിൽ ഞങ്ങളുടെ കർഷകർ, ഞങ്ങളുടെ പൗരന്മാർ പ്രതിരോധിച്ചാൽ ഞങ്ങൾ കേസെടുക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് എന്ന് പറയാനുള്ള ആർജവം എന്തുകൊണ്ടാണ് ഈ കേരളം ഭരിക്കുന്ന LDF ഇല്ലാത്തത്? സജീഷ് അതിന് മറുപടി പറയുമെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ 3 കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. ശരി അലക്സ്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ റിജിൽ മാക്കുറ്റി, ഇപ്പോൾ ഇന്ന് ചേർന്ന യോഗത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം 10 മിഷനുകൾക്ക് രൂപം കൊടുത്തിരിക്കുകയാണ് വനം വകുപ്പ്. വനം വകുപ്പ് നിസ്സംഗരാണെന്നും അവർ നിർവികാരതയോടുകൂടിയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതെന്നും വനം വകുപ്പിന് അലംഭാവമുണ്ട് എന്നുമൊക്കെ ആരോപണം ഉണ്ടാകുമ്പോൾ മിഷൻ റിയൽ ടൈം മോണിറ്ററിംഗ്, മിഷൻ പ്രൈമറി റെസ്പോൺസ് ടീം എന്ന് തുടങ്ങി ഓരോരോ മേഖലകളായി തിരിച്ച് 10 അടിയന്തരമായി നടപ്പാക്കേണ്ടുന്ന കാര്യങ്ങളിൽ തീരുമാനമെടുത്തിരിക്കുന്നു. KSDMA ഡിസാസ്റ്റർ മാനേജ്മെന്റ് 50 ലക്ഷം രൂപ ഇത്തരത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ കാര്യങ്ങളിൽ പരിഹാരം ഉണ്ടാക്കുന്നതിനും അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടികൾക്കുമായി അലോട്ട് ചെയ്തിരിക്കുന്നു. ഇത്തരം ത്വരിതഗതിയിലുള്ള ചില തീരുമാനങ്ങളാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഈ വന്യജീവി ആക്രമണം എന്നത് റിജിൽ ഈ അടുത്ത കാലത്താണ് പെരുകിയതെങ്കിലും വളരെ കാലമായി തന്നെ ഈ മലയോര മേഖലകൾ, അതായത് വനപ്രദേശവുമായി ചേർന്ന് നിൽക്കുന്ന മേഖലയിലെ ജനങ്ങൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പക്ഷേ ഇപ്പോൾ അത് വർദ്ധിച്ചു വന്നിരിക്കുന്നു പല കാരണങ്ങൾ കൊണ്ട്. അവിടെ സർക്കാർ പറയുന്നത് അതിന് ഏറ്റവും വലിയ തടസ്സം, അതായത് ശാശ്വതമായ പരിഹാരത്തിന് കേന്ദ്ര നിയമമാണ് എന്നതാണ്. കേന്ദ്ര നിയമമാണ് ഇതിലെ പ്രധാനപ്പെട്ട തടസ്സമെങ്കിൽ സംസ്ഥാന സർക്കാരിനെ എന്തുകൊണ്ടാണ് UDF പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്? ഇന്നിപ്പോൾ DCC അധ്യക്ഷൻ ജോയ് പറഞ്ഞത് വനം വകുപ്പ് ഓഫീസ് കത്തിച്ചു കളയുന്നവരെ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ്. എന്തുകൊണ്ടാണ് ഈ അതിരുകടന്ന പ്രതികരണം രാഷ്ട്രീയ കോൺഗ്രസിൽ നിന്നുണ്ടായത്? ശ്രീ ഗോപികൃഷ്ണൻ, യഥാർത്ഥത്തിൽ ഇപ്പോൾ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് ഇപ്പോൾ ഇവിടെയുള്ള സർക്കാർ അല്ലെങ്കിൽ മന്ത്രി അവിടെ കാട്ടിൽ പോയി വന്യമൃഗങ്ങളെ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ആക്രമിക്കുന്നു എന്നല്ലല്ലോ പ്രശ്നം. യഥാർത്ഥത്തിൽ പ്രശ്നം എന്താണ്? ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ വരുമ്പോൾ ഈ വന്യമൃഗങ്ങൾ കാടിറങ്ങി നാട്ടിലേക്ക് വരുമ്പോൾ ആളുകളെ കൊല്ലുമ്പോൾ, അവരുടെ കൃഷി നശിപ്പിക്കുമ്പോൾ, അവരെ വീട്ടിൽ കയറി ക്രൂരമായി കൊല്ലുമ്പോൾ അത് നോക്കി നിൽക്കുന്ന ഒരു സർക്കാരിനെതിരെയുള്ള വികാരമാണ്. സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സർക്കാർ ചെയ്യണം. സർക്കാർ ചെയ്യുന്നുണ്ടോ? ഈ വനംവകുപ്പ് മന്ത്രി വന്യമൃഗ മന്ത്രിയായി മാറുകയാണ്. അദ്ദേഹത്തിന് വന്യമൃഗങ്ങളോടാണ് പ്രതിപത്തി. വന്യമൃഗങ്ങളെ സംരക്ഷിക്കേണ്ട എന്നുള്ള നിലപാട് ഞങ്ങൾക്കില്ല. പക്ഷേ ആ വന്യമൃഗങ്ങൾ മനുഷ്യജീവൻ അപഹരിക്കപ്പെടുമ്പോൾ, അതിക്രൂരമായി മനുഷ്യന്മാരെ വേട്ടയാടുമ്പോൾ നിസ്സംഗമായി നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിനെന്ത് പരിഹാരം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ ഈ മന്ത്രിക്ക് സാധിക്കുന്നില്ല. ഒരു നിർഗുണ പരബ്രഹ്മമായ ഒരു മന്ത്രിയാണ്. ഇപ്പോൾ പൂച്ചക്കുട്ടിയോടും നായ്ക്കുട്ടിയോടൊക്കെ സ്നേഹമുള്ളൊരു മന്ത്രിക്ക് തീർച്ചയായും നാട്ടിലെ
പിന്നെ നാടിറങ്ങി വരുന്ന മൃഗങ്ങളോട് പിന്നെ കാടിറങ്ങി വരുന്ന മൃഗങ്ങൾ നാട്ടിൽ വന്ന് ആളുകളെ കൊല്ലുമ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ മൃഗങ്ങൾ ക്രൂരമായി വേട്ടയാടി മനുഷ്യന്മാരെ കൊല്ലുമ്പോൾ അവർക്ക് വേണ്ട നഷ്ടപരിഹാരം പോലും കൊടുക്കാൻ ഈ സർക്കാരിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് തയ്യാറാവാത്തത്? അപ്പോൾ സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇവർ പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങൾ ജലരേഖയെ മാറുന്നു. ഇപ്പോൾ അതിനകത്ത് ജീവിക്കുന്ന ഒരു രക്തസാക്ഷിയെ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ വന്യമൃഗത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുടെ ബന്ധു ഇവിടെ പറഞ്ഞല്ലോ, അവർക്ക് 10 ലക്ഷം മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ബാക്കി കൊടുത്തിട്ടില്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞു ഇടുക്കിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, മന്ത്രി അന്ന് ആക്രമിച്ചപ്പോൾ എല്ലാം പരിഹരിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അവർ വീണ്ടും സോഫി എന്ന് പറയുന്ന സഹോദരി അതിദാരുണമായി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എന്തിനാണ് ഈ സർക്കാർ ഇതിനുമായി ബന്ധപ്പെട്ട ഫെൻസിങ്, പ്രത്യേകിച്ച് കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് മൃഗങ്ങൾ വരുമ്പോൾ അത് തടയാനുള്ള ഫെൻസിങ് സംവിധാനം ഒരുക്കണ്ടേ? ഇപ്പോൾ പോലും ഞാൻ മനസ്സിലാക്കുന്നത് 48.45 കോടി രൂപ കൊടുത്തിട്ട് 48% പോലും ചെലവഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആരാ ചെലവഴിക്കേണ്ടത്? സർക്കാരിലെ ചെലവഴിക്കേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു ഏകദേശം 5% നിലവിലുള്ള അനുവദിച്ച തുക ഈ ധനകാര്യ വകുപ്പ് മന്ത്രി വെട്ടിക്കുറച്ചിരിക്കുന്നു. അപ്പോൾ ഈ കൃത്യമായി പരിപാലിക്കപ്പെടേണ്ട അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഒരു സർക്കാർ, ആ സർക്കാർ നിസ്സംഗമായി നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം. എന്തുകൊണ്ടാണ് ഈ മൃഗങ്ങൾ പെരുകുന്നത്? ആ പെരുകുന്നതിനനുസരിച്ച് എന്ത് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കണ്ടേ? ഇപ്പം പരിസ്ഥിതി തന്നെ പറയുന്നത് എന്തുകൊണ്ടാണ് മൃഗങ്ങൾ പെരുകാൻ കാരണം? ഒന്നിക്കൽ അപ്പോൾ അതിൻ്റെ പ്രജനനശേഷി കുറയാൻ കാരണം ഒന്നിക്കൽ അവരെ മാംസത്തിന് വേണ്ടിയുള്ള വേട്ടയാടലാവണം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ കാട്ടുതീയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമാണ് എന്ത് സംഭവിക്കുക? ഇവരുടെ പ്രജനനം കുറയുക. പക്ഷെ ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ 19 മാസമാണ് ആന പ്രസവിക്കണമെങ്കിൽ ആ ആനയൊക്കെ ഇങ്ങനെ പെറ്റി പെരുകി നിൽക്കുകയാണ്. അപ്പോൾ ഈ പെറ്റി പെരുകി വരുന്ന ഈ മൃഗങ്ങൾ, ആ മൃഗങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരും, അവർ നാട്ടിലേക്ക് ഇറങ്ങും. അപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേറെ കാരണങ്ങൾ കൂടി പറയുന്നുണ്ട് റിജിൽ. അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആനകൾ നമ്മുടെ കാടുകളിലേക്ക് കുടിയേറുന്നു. അതായത് 1700 കാട്ടാനകളാണ് കേരളത്തിൽ കഴിഞ്ഞ വർഷം തിട്ടപ്പെടുത്തിയിരുന്നത്. അതേപോലെ തന്നെ കടുവകളുടെ കാര്യത്തിൽ കൂടുതൽ കടുവകൾ കേരളത്തിലേക്ക് വരുന്നു. അതായത് പുറത്തു നിന്നെത്തുന്ന കടുവകൾ അവർ പുതിയ സ്ഥലം സ്വന്തമാക്കാൻ ഒരു ടെറിട്ടറി ഫൈറ്റ് നടത്തി അവർ നമ്മുടെ കാടുകളിലേക്ക് കയറുന്നു. അവിടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുമ്പോൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു. ഇങ്ങനെയാണ് നൽകുന്ന ഒരു വിവരം. ഞാൻ പറഞ്ഞത് വനം വകുപ്പ് നൽകുന്ന രേഖാമൂലമുള്ള വിവരങ്ങൾ. ശ്രീ ഗോപികൃഷ്ണൻ അത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ കർണാടകത്തിലെ വനത്തിലായാലും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മൃഗങ്ങളായാലും എല്ലാം കേരളത്തിലേക്ക് വരുമ്പോൾ ആ കേരളത്തിൽ നിന്ന് ഉണ്ടാകുന്ന മൃഗങ്ങളൊക്കെ തന്നെ നാട്ടിലേക്ക് തന്നെ വരുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു 2019-20 6341 ആളുകളാണ് വന്യമൃഗ സംഘർഷങ്ങൾ പരിക്ക് പറ്റിയവരും അതോടൊപ്പം തന്നെ മരണപ്പെട്ടു. 1000-ഓളം ആളുകൾ 2014 ശേഷം ഇവിടെ ആനയുടെയും കടുവയുടെയും കരടിയുടെയും അതോടൊപ്പം തന്നെ പുലിയുടെയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മാധ്യമ ശ്രദ്ധ കിട്ടുന്നു, അവിടെ പോകുന്നു, മന്ത്രിമാർ പോകുന്നു, പ്രഖ്യാപനം നടത്തുന്നു. പ്രഖ്യാപനം നടത്തിയതിനു ശേഷം അത് ജലരേഖയെ മാറുന്നു. ആ ആളുകൾക്ക് വിക്ടിംസിന് കൃത്യമായ രൂപത്തിലുള്ള അതിൻ്റെ പരിരക്ഷ, അവരുടെ ഒരു കുടുംബത്തിൻ്റെ അത്താണി നഷ്ടപ്പെട്ടു പോയാൽ അവർക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള സാഹചര്യം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അതോടൊപ്പം തന്നെ ഇവരുടെ കൃഷിയിടങ്ങൾ മുഴുവനായി നശിപ്പിക്കുകയാണ്. പന്നി, അതോടൊപ്പം തന്നെ കുരങ്ങ് ഉൾപ്പെടെ കടന്നു വന്ന് മലയോര കർഷകന്മാരുടെ വേദന എത്ര പ്രയാസത്തിലാണ് അനുഭവിക്കുന്നത്. എത്ര പ്രയാസങ്ങൾ. കാട്ടാന വന്ന് വാഴയും അതോടൊപ്പം തന്നെ മറ്റ് കാർഷിക വിഭവങ്ങളൊക്കെ നശിപ്പിക്കുന്ന സർവ്വസാധാരണമായി നിൽക്കുകയാണ്. ഇപ്പം എനിക്കൊരു അനുഭവം ഉണ്ട്. ഞാനൊരു ഒരു വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ തന്നെ കാണുന്നത്, എൻ്റെ വീടിൻ്റെ ബാക്കിലൂട്ടാണ് കാട്ടാന വരുന്നത്. ആ കാട്ടാന വന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു മനുഷ്യനെ ചവിട്ടി കൊന്നിട്ടാണ് പോയത്. നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മളൊക്കെ കാണുന്ന നിത്യജീവിതത്തിൽ ഞാനും നിങ്ങളും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത്രയേറെ ആളുകൾ മൃഗങ്ങളിൽ വേട്ടയാടപ്പെട്ട് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും അതിന് കൃത്യമായ ഒരു പരിഹാരം കാണാൻ ഈ നാട് ഭരിക്കുന്ന മന്ത്രിക്കോ സർക്കാരിനോ സാധിക്കുന്നില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ ഗവൺമെൻറ് ആയാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും ഈ രണ്ട് സർക്കാരുകളും ഇവർ ഭരിക്കുന്ന സർക്കാരല്ലേ. അപ്പോൾ ഇവർ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ഭരിക്കുന്നത്, നാടിന് വേണ്ടിയല്ലേ ഭരിക്കുന്നത്, അല്ലാണ്ട് മൃഗങ്ങൾക്ക് വേണ്ടിയാണോ? അവർക്ക് വന്യമൃഗങ്ങൾക്ക് സ്വച്ഛവിഹാരം നടത്തിക്കൊണ്ട് ആളുകളെ കൊല്ലാനാണോ ഇങ്ങനെ ഒരു വകുപ്പ്? പിന്നെ ഇതിന് ഇങ്ങനെ ഒരു വകുപ്പ്? വനം വകുപ്പ് എന്ന് പറയുന്നത് വനം മാത്രം ജനങ്ങളെ സംരക്ഷിക്കാനല്ലേ, വനം മാത്രം സംരക്ഷിക്കുന്നു. വന്യമൃഗങ്ങളെ സംരക്ഷിക്കാനാണെങ്കിൽ പിന്നെ അത് മാത്രം സംരക്ഷിക്കുക. ജനങ്ങളെ പിന്നെ എവിടെ പോകും? കാട്ടു പോകാൻ പറ്റുമോ? അവരെന്ത് ചെയ്യും? എത്ര ആളുകളെയാണ് കൊല്ലുന്നത്? എത്ര ക്രൂരമായില്ലേ കൊല്ലുന്നത്? ഇത് കണ്ടിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കി. ഇപ്പോൾ പറയുന്നു, ഇപ്പോൾ മിഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ മിഷൻ പ്രഖ്യാപിക്കുമ്പോൾ ഇപ്പോഴാണ് ഇത്ര ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതിന് ശേഷം അവരുടെ കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ടതിന് ശേഷം ഈ മൃഗങ്ങളുടെ തേർവാഴ്ച നടക്കുമ്പോൾ ഇപ്പോഴാണ് ഒരു ശക്തമായ പ്രതിഷേധം. പ്രത്യേകിച്ച് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം കേരളത്തിലെ ഈ മലയോര മേഖലയുടെ അദ്ദേഹം നടത്തിയ യാത്രയുണ്ട്. ആ യാത്രയിൽ കണ്ട അനുഭവമുണ്ട്, അവിടെ പങ്കുവെച്ച വേദനയുണ്ട്, പ്രയാസമുണ്ട്. അതൊക്കെ തന്നെ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ അദ്ദേഹം ഇന്ന് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ.
അപ്പോൾ അതിനുശേഷമാണ് സർക്കാർ പോലും ഒന്ന് കണ്ണു തുറക്കുന്നത്. വലിയ പ്രശ്നമാണ് ഇത്. ഇവിടെ നേരത്തെ മറ്റൊരു പിന്നെ ഇവിടെ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ശരിയുണ്ട്. സർക്കാർ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി എത്തുന്നില്ല എന്നുള്ളതാണ്. അത് കേന്ദ്രമാണ്, കേന്ദ്ര സംസ്ഥാനമാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തട്ടിക്കളിച്ചാൽ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കണ്ടേ? ശരി റിജിൽ, നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ വയനാട് പടമലയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ ബന്ധു ബേബി പണിശ്ശേരിയിൽ ഉണ്ട്. പ്രേക്ഷകർക്കറിയാം, അദ്ദേഹം ഈ ചർച്ചയിൽ തുടരും. ഇടവേളയ്ക്ക് ശേഷം എസ് കെ സജീഷിന് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടതുമാണ്. ഒരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുൻപ് ചെറിയൊരു കണക്കുകൂടി. 2025 11/2 അതായത് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നൽകിയ മറുപടി പ്രകാരം കേരളത്തിൽ 2016 മുതൽ 2025 വരെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 192 278 പേർക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ളത് പാലക്കാടാണ്, 48 പേർ. ഇടുക്കിയിൽ 40, വയനാട് 36, മലപ്പുറം 18, കണ്ണൂരിൽ 17. കഴിഞ്ഞ വർഷം മാത്രം മരിച്ചത് 19 പേർ. കാട്ടാന മാത്രമല്ല, വന്യജീവികൾ ഒന്നാകെ കാടിറങ്ങി നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യനെ ഇരയാക്കുന്ന സാഹചര്യം തുടരുമ്പോൾ ഭയചകിതരായി കഴിയുകയാണ് കേരളത്തിലെ മലയോര ഗ്രാമങ്ങളിലെ ജനങ്ങൾ. അവർക്ക് ആശയും പ്രതീക്ഷയും ആശ്വാസവും ഒക്കെ ആകേണ്ട സർക്കാർ എന്തുകൊണ്ടാണ് ആത്മവിശ്വാസം നൽകുന്ന ഒരു സമീപനം സ്വീകരിക്കാത്തത് എന്നതാണ് ഇനി ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, അതിന്റെ കേന്ദ്രബിന്ദു. അവിടെ നഷ്ടപരിഹാരം അടക്കമുള്ള വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാതെ പോകുന്നതിലെ അമർഷമാണ് ബേബിയെ പോലുള്ളവരുടെ വാക്കുകളിൽ നമ്മൾ കണ്ടത്. ശ്രീ ബേബി, സർക്കാർ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ പാലിക്കും. ശ്രീ എസ് കെ സജീഷ് ഈ ചർച്ചയിൽ പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. എന്തുകൊണ്ടാണ് ഇത് വിശ്വസിക്കാൻ താങ്കൾക്ക് വിശ്വാസമുണ്ടോ? അങ്ങനെ ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? വിശ്വാസം എനിക്കില്ല. എനിക്ക് സജീഷിനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. കേന്ദ്ര സർക്കാർ കൊടുത്തില്ല എന്നും പറഞ്ഞ് ഞങ്ങളെ ചിറ്റിക്കണ്ട. ഞങ്ങൾ ഇവിടെയുള്ളവർക്കോടാ ഞങ്ങൾക്ക് പറയേണ്ട കാര്യമുള്ളൂ. കേരള സർക്കാരിനോടാ പറയേണ്ട കാര്യമുള്ളൂ. കേരള സർക്കാരിൻ്റെ ആൾക്കാരാണ് ഞങ്ങൾക്ക് എഗ്രിമെൻ്റ് തന്നെ. സജീഷ് ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ വീട്ടിലാണ് ഇത് പറ്റിയെന്ന് വരികിൽ നിങ്ങൾക്കും കാരണവന്മാരും മക്കളും പിള്ളേരും ഒക്കെ ഉള്ളവരല്ലേ? നിങ്ങളുടെ വീട്ടിലാണ് പറ്റിയെന്ന് വരിക നിങ്ങൾക്ക് എത്ര വിഷമം ഉണ്ടാവും? എൻ്റെ കൊച്ചാ മരിച്ചത്, നിങ്ങളുടെ കൊച്ചല്ല മരിച്ചത്. അത് എൻ്റെ കൊച്ചാ മരിച്ചത്. എൻ്റെ ചേട്ടൻ്റെ കൊച്ച എന്നെ നോക്കണ്ടവനാ, അവനാ മരിച്ചത്. മര്യാദയ്ക്ക് വർത്തമാനം പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിക്കാരൊക്കെ പൊട്ടന്മാരായിട്ട് കണക്ക് കൂട്ടരുത്. ഇവിടെ കൃഷിക്കാർ, നിങ്ങൾക്ക് അവിടെ ഇരിക്കണവർക്ക് തോന്നുന്നുണ്ട് വയനാട്ടിൽ വെറും ആദിവാസികളാന്ന്. ആദിവാസിയല്ല, ആദിവാസീനെ കൊന്നാലും ചേട്ടനെ കൊന്നാലും മുസ്ലിമിനെ കൊന്നാലും ഹിന്ദുവിനെ കൊന്നാലും ഒരേ വിലയാണ്. ഞങ്ങൾ വയനാട്ടുകാർ അതാ കണക്ക് കൂട്ടിയേക്കണേ. ഞങ്ങൾക്ക് പറഞ്ഞ പൈസ തരണം. നിങ്ങൾക്ക് നോക്കാൻ കഴിയില്ലെന്നേരം ഞങ്ങൾ നോക്കാവുന്നേ. സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് ഇവിടെയുള്ള കൃഷിക്കാർക്ക് ഓരോ തോക്ക് കൊടുക്കുക, ഞങ്ങൾ നോക്കിത്തരാം. നിങ്ങൾക്ക് പറ്റൂല്ലെങ്കിൽ പോ. വെറുതെ എന്തിനാ ഈ കൃഷിക്കാരെ ഇങ്ങനെ പറ്റിക്കണേ? ഞാൻ പാട്ടത്തിനടുത്ത് 1 ഏക്കർ വയൽ കൃഷി ചെയ്തിട്ട് എനിക്ക് 5 കിൻഡിൽ നല്ല കിട്ടിയ മയിലൂരി തിന്നത്. നിങ്ങൾ ഫോറസ്റ്റുകാരോ നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരോ വന്ന് നോക്കിയോ? നിങ്ങൾ എ സിയിലിരുന്നാൽ പോരാ. അവിടെ കുറേ മൃഗസ്നേഹികളുണ്ട്. അവരുടെ ആ എ സിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ വയനാട്ടിൽ വാ. ഞാൻ കൊടുക്കാം അവന് താമസിക്കാൻ സ്ഥലം, വാടകയും കൊടുത്തിരിക്കാം. അവന് 1 മാസം അവിടെ ഞങ്ങൾ ജീവിപ്പിക്കാം. പറ്റുമോ? അല്ലാതെ കൃഷിക്കാരുടെ തലയിലേക്ക് തന്നെ കാട്ടണ്ട. ഞങ്ങളുടെ നികുതി പൈസ കൊണ്ടാണ് ഈ മന്ത്രിമാരും MLA-മാരും പിന്നെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും എല്ലാവരും ജീവിക്കണം. ഇവിടുത്തെ കൃഷിക്കാരൻ്റെ നികുതി പൈസ കൊണ്ടാ. സ്റ്റേജിൽ കയറുമ്പോഴേ കൃഷിക്കാരനും കർഷക തൊഴിലാളിയും നാടിൻ്റെ നട്ടല്. വോട്ട് ചെയ്ത് ജയിച്ചു കഴിയുമ്പോൾ എന്നതാ അവർക്ക് എന്തെങ്കിലും തരുന്നുണ്ടോ? ഒരു സാധനം ഞങ്ങൾക്ക് തന്നില്ല. നിങ്ങൾ ഫോറസ്റ്റുകാർ ഞങ്ങളോട് കേന്ദ്ര സർക്കാരിൻ്റെ വന്യമൃഗത്തിൻ്റെ ആൾ വന്നപ്പോൾ പറഞ്ഞ് കേന്ദ്ര സർക്കാരിൻ്റെ 10 ലക്ഷം തന്നെന്ന്. കേരള സർക്കാരിൻ്റെ അല്ലാന്നാ പറഞ്ഞേ. വനമന്ത്രി പറഞ്ഞു ഞങ്ങളോട്, ഞങ്ങളുടെ വീട്ടിലിരുന്നാ പറഞ്ഞത് കേന്ദ്ര സർക്കാരിൻ്റെ 10 ലക്ഷം തന്നെന്ന്. അത് കേന്ദ്ര സർക്കാരിൻ്റെ പൈസയാണ് ഈ കേരള സർക്കാർ എടുത്ത് തന്നെന്ന്. പിന്നെ ന്യായം പറഞ്ഞ അങ്ങോട്ടാ. എൻ്റെ കൊച്ചു മരിച്ചതിന് എനിക്ക് വിഷമമുണ്ട്. നിങ്ങളുടെ കൊച്ചങ്ങളാ മരിച്ചെങ്കിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ലേ? ആ കുടുംബം അനാഥയായി. 10 ലക്ഷം ഉലുവ നിങ്ങൾക്ക് വലുതായിട്ട് കണക്ക് കൂട്ടണു. അവനുണ്ടെന്നൊരു കോടികളുണ്ടാക്കും.
അവൻ പണിയെടുത്ത് ജീവിക്കണവനാ. ഞങ്ങൾക്ക് മര്യാദയ്ക്ക് പൈസ തന്നെ. നിങ്ങൾക്കടെ ഊടായിപ്പൊന്നും വേണ്ട. നിങ്ങളിങ്ങനെ പറഞ്ഞു പറ്റിക്കാനായിട്ട് നിൽക്കാൻ വേണ്ട. പറ്റൂലാത്തവരൊക്കെ രാജിവെച്ച് പോ. എന്തിനാ ഈ കടിച്ചു തൂങ്ങി ഭരിക്കണത് നിങ്ങൾ? നമ്മൾ രാഷ്ട്രീയമൊന്നുമല്ല പറയണേ, ഞങ്ങളുടെ വിഷമാ പറയണേ. ഞങ്ങളുടെ കൊച്ചു പോയി എൻ്റെ ഇവിടെ എന്തോരം ജനങ്ങളാ പോയി. ആ പോളിയേട്ടൻ കൂലിപ്പണിയെടുത്ത് ജീവിക്കണം. ഞങ്ങളും ഇത് കൃഷിപ്പണിയെടുത്ത് ജീവിക്കണം. കൂലിപ്പണിയെടുത്ത് കണ്ടവന് കാടും വെട്ടി അജീഷ് ജീവിച്ചത്. എന്നിട്ട് നിങ്ങൾ എന്താ ഞങ്ങൾക്കിട്ട് ഉണ്ടാക്കണത്? വിഷമമുണ്ട് ഞങ്ങൾക്ക്. 1 വർഷമായി നമ്മളെ കരയാത്ത ഒരു ദിവസവും ഇല്ല. അവൻ്റെ അമ്മയാണെങ്കിലോ തളർന്നു കിടക്കണു. മര്യാദ വേണ്ടേ? ഭരിക്കാൻ കയറിയാൽ പോരാ, കട്ട് മുടിക്കാൻ കയറിയാൽ പോരാ. ജനങ്ങളെ നോക്കണം. എന്നിട്ട് ഞങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടെന്നോ? ശ്രീ ബേബി, അതായത് നമുക്ക് ഇതൊരു ചർച്ചയാണെന്ന് താങ്കൾക്ക് അറിയാം. ഇപ്പൊ താങ്കളുടെ ഒരു മനോനില മനോവിഷമം ഒക്കെ മനസ്സിലാകും. ഈ സജീഷ് ഇവിടെ ഈ ചർച്ചയിൽ, ശ്രീ ബേബി, ഈ സജീഷ് ഈ ചർച്ചയിൽ പറയാൻ ശ്രമിച്ചത് ഇപ്പോൾ വൈകാരികമായ പ്രശ്നങ്ങളുണ്ട്, ആ വൈകാരികമായ പ്രശ്നങ്ങൾ ഇല്ല എന്ന് സജീഷ് ഈ ചർച്ചയിൽ എവിടെയും പറഞ്ഞിട്ടില്ല. സജീഷ് പറഞ്ഞത് ഇതിൽ കേന്ദ്ര വന നിയമം, അതായത് സർക്കാരിനെ സംബന്ധിച്ച് നിയമപരമായ ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് തടസ്സമായി നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലെ സാങ്കേതികമായ കാര്യങ്ങൾ ഭരണതലത്തിൽ നിന്നുകൊണ്ട് അവർക്ക് ആ കാര്യങ്ങൾ കൂടി പരിശോധിച്ച് ഈ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാക്കാൻ കഴിയൂ എന്നതാണ് സജീഷ് പറഞ്ഞത്. അല്ലാതെ വയനാട്ടിൽ ഇതേപോലെ, വയനാട്ടിലോ മറ്റെവിടെയെങ്കിലും ഇതുപോലെ മലയോര ഗ്രാമങ്ങളിൽ കഴിയുന്നവർ, വന്യജീവി ആക്രമണ ഭീഷണി നേരിടുന്നവർ, ആക്രമണത്തിന് ഇരയാക്കപ്പെടുന്നവർ, അവരുടെ വൈകാരികതയെക്കുറിച്ചല്ല സജീഷ് പറഞ്ഞത്. അത് സജീഷ് നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തു. അതല്ല സജീഷ് ഉദ്ദേശിച്ചത്. ആ കാര്യങ്ങൾ പറഞ്ഞു. ഇനി സജീഷ് തന്നെ അതിന് മറുപടി പറയട്ടെ. ശ്രീ എസ് കെ സജീഷ്. ഗോപികൃഷ്ണൻ, ഒരു കാര്യം ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, നമുക്ക് ഇത്തരം ചർച്ചകൾ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി, നമുക്ക് അവതരിപ്പിക്കേണ്ട കാര്യങ്ങളുടെ മുന്നിൽ ചില സംസാരങ്ങൾ വരുമ്പോൾ അതിനോട് എങ്ങനെ പൊളിറ്റിക്കലായി പ്രതികരിക്കുന്ന പോലെ പ്രതികരിക്കാൻ വേണ്ടി കഴിയില്ല. നമ്മളെന്തോ മനുഷ്യത്വരഹിതമായി ജീവിക്കുന്ന ആളുകളായൊക്കെ കാണുന്ന ആളുകൾക്ക് തോന്നും. ആ രീതിയിലാണ് നിങ്ങൾ അതിനനുസരിച്ചുള്ള പാനലൊക്കെ സെറ്റ് ചെയ്യുന്നത്. ശരി, എങ്കിലും ചില വിഷയങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട്. ഇതിനെ ഒരു വശത്ത് രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഗൗരവകരമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പറ്റുന്നതല്ല. കണക്കുകൾ പരിശോധിച്ചുകൊണ്ട് പോകേണ്ടതുണ്ട്. ഇവിടെ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയറുണ്ട് മൃഗങ്ങളെ നേരിടാനുള്ളത്. അതിൽ മാറ്റം വരണമെന്നുള്ള അഭിപ്രായമില്ലേ? ആ മാറ്റം വന്നാലല്ലേ അതിനെ നേരിടാൻ വേണ്ടി പറ്റൂ. നമ്മുടെ പരിമിതിയിൽ നിന്ന് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് പന്നിയെ വെടിവെക്കാനുള്ള അവകാശം പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് കൊടുത്തത് കേരളത്തിലാണ്. അത് ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ്. അതേ സ്ഥാനത്ത് അപ്പുറത്ത് സ്വീകരിക്കുന്ന നിലപാട് നോക്കൂ. കുരങ്ങ് എന്ന് പറയുന്നത് വ്യാപകമാണ്. ആ കുരങ്ങിനെ ഷെഡ്യൂൾ 1 മാറ്റുകയാണ്. ഷെഡ്യൂൾ 3 നിന്ന് 1 മാറ്റുകയാണ്. എന്തെങ്കിലും രീതിയിൽ കുരങ്ങിന് നേരെ ഒരു നിലപാട് സ്വീകരിച്ചു പോയാൽ വലിയ അപകടത്തിലേക്ക് ആളുകൾ പോകുന്ന നിലയിലേക്ക് മാറ്റുകയാണ്. പന്നിയുടെ കാര്യത്തിലും സമാനമായ സമീപനം സ്വീകരിക്കുന്നു. 5ാം ഷെഡ്യൂൾ തന്നെ, നമ്മൾ ഈ പെരിച്ചാഴിയും മറ്റുമൊക്കെ പെടുന്ന 5ാം ഷെഡ്യൂൾ ഉണ്ടല്ലോ, ആ ഷെഡ്യൂൾ തന്നെ കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കി കളഞ്ഞു. ഇതൊക്കെ നമ്മൾ ഗൗരവമായി കാണേണ്ടതല്ലേ? ഇത് കാണാതെ നമ്മൾ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? പിന്നെ ഇവിടെ വൈകാരികമായി കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ കൂടെ നിന്ന് കോൺഗ്രസ് അതിനുവേണ്ട പിന്തുണയൊക്കെ നൽകുകയാണ്. ഇന്ദിരാഗാന്ധിയല്ലേ ഈ നിയമം ഉണ്ടാക്കിയത്? ആ നിയമം പണ്ടുള്ളതാണ് എന്ന് കരുതി ആ നിയമത്തിന് നിങ്ങൾ ഭേദഗതി വരുത്തിയില്ലേ? രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഭേദഗതിയില്ലേ? അതുപോലെ തന്നെ നരസിംഹറാവുവിൻ്റെ കാലത്ത് ഭേദഗതിയില്ലേ? മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഭേദഗതിയില്ലേ? 5 ഭേദഗതി വരുത്തി. ആ 5 ഭേദഗതിയിൽ ഏതെങ്കിലും ഒന്ന് മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള ആക്രമണത്തിൽ മനുഷ്യപക്ഷത്ത് നിന്നുള്ള ഭേദഗതി ഏത് എന്ന് പറയൂ. നിങ്ങൾ കുറേ കാലം ഈ രാജ്യം ഭരിച്ചതല്ലേ? 2 ഭേദഗതി ഇവരും വരുത്തി. ആ 2 ഭേദഗതിയിലാണ് ഞാനീ പറഞ്ഞ കാര്യങ്ങൾ കൂടി വരുന്നത്. പിന്നെ കിട്ടുന്ന അവസരത്തിൽ ചില പ്രയോഗങ്ങളങ്ങ് നടത്തി പോവുകയാണ്. അതായത് നിർഗുണപരമായി വനം വകുപ്പ് മന്ത്രി നിൽക്കുന്നു. ആരാണ് ഈ പറഞ്ഞ നിങ്ങൾ സതീശൻ്റെ യാത്രയൊക്കെ ഉയർത്തി കാണിച്ചല്ലോ റജിലെ. ആ ജാഥ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ സ്വയം നിർഗുണ പരബ്രഹ്മമാണ് എന്നല്ലല്ലോ കെ സുധാകരൻ പറഞ്ഞത്. അദ്ദേഹം വനമന്ത്രിയായിരിക്കുന്ന കാലത്ത് അവസാനത്തെ എല്ലാ പണിയും ഞങ്ങൾ ചെയ്തു നോക്കി, എന്നിട്ടൊരു മാർഗവുമില്ലാതെ ഞങ്ങൾ തോറ്റുപോയി പിന്മടങ്ങുകയാണ് ഉണ്ടായത് എന്ന് ഈ നാട് മുഴുവൻ കേൾക്കുന്ന രീതിയിൽ സതീശൻ്റെ ഉഡായിപ്പ് ജാഥയ്ക്ക് മുന്നോടിയായി ശ്രീ സുധാകരൻ പ്രസംഗിച്ചത് ജനങ്ങളെല്ലാം കേട്ടതല്ലേ? അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങളെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. പരസ്പര ബഹുമാനം എല്ലാവരിലും നല്ലതാണ് എന്ന് മാത്രമേ ഞാനതിൽ സൂചിപ്പിക്കുന്നുള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ കാണേണ്ടത്
ഇപ്പോൾ നേരത്തെ സുഹൃത്ത് സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായി നടന്ന സജീഷ്, അതിൽ സജീഷ് മറുപടി പറയേണ്ട ഒരു ഭാഗം ഞാൻ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതായത് ഞാൻ പറയട്ടെ ഈ വിസ്ത ക്ലിയറൻസിന്റെ കാര്യം അലക്സ് ഒഴികയിൽ പറഞ്ഞു. വിസ്ത ക്ലിയറൻസിന്റെ കാര്യം അലക്സ് ഒഴികയിൽ പറഞ്ഞു അത് വ്യാപിപ്പിക്കാതിരുന്നതിൽ. കാരണം ഇന്നിപ്പോൾ ഈ അട്ടമലയിൽ ഒരു ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടല്ലോ സജീഷ്. അന്ന് അവിടെയുള്ള നാട്ടുകാർ പറഞ്ഞത് കാണുന്ന ദൂരത്തൊക്കെ അവിടെ കാട് വെട്ടിത്തെളിക്കാമായിരുന്നു. ആ ഏരിയ മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. എത്രയോ തവണ വനം വകുപ്പിനെ കാര്യങ്ങൾ അറിയിച്ചതാണ് അവിടെ ക്ലിയർ ചെയ്യണമെന്ന്. അത് ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കാട്ടാനയുടെ വരവും ആക്രമണ സാധ്യതകളും ഒക്കെ നേരത്തെ മുൻകൂട്ടി അറിയാൻ കഴിയുമായിരുന്നു എന്നാണ്. അതാണ് നേരത്തെ അലക്സ് ഒഴികയിൽ താങ്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. അതൊക്കെ സർക്കാരിന് ചെയ്യാവുന്ന കാര്യങ്ങളാണല്ലോ എന്ന് പറഞ്ഞത്. തീർച്ചയായും പറയുന്ന ആളുകൾക്കൊക്കെ അവർ ഒളിപ്പിച്ചു വെച്ച രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ നമ്മൾ കാണേണ്ട ഒരു വിഷയം, ഞാൻ അതിലേക്ക് തന്നെയാണ് വന്നത്. ഈ ചില കാര്യങ്ങൾ പറഞ്ഞത് ക്ലിയർ ചെയ്ത് പോകണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വിശാലമായി പറയാനൊന്നും സമയം കിട്ടില്ല. ഇവർക്ക് വിശാലമായി കുറ്റം പറയാം, പക്ഷേ അതിനനുസരിച്ച് സമയം നമുക്ക് വിശദീകരിക്കാൻ കിട്ടില്ല. എങ്കിലും ചുരുക്കി പറയാം. ഒന്ന്, പറഞ്ഞതിൽ ഒരു കാര്യമായിരുന്നു ഈ ജീവികളെ വെടിവെച്ച് കൊല്ലാൻ സെൽഫ് ഡിഫൻസിൻ്റെ ഭാഗമായി ഈ വനമന്ത്രി തന്നെ പറഞ്ഞല്ലോ എന്ന്. അത് രണ്ടും രണ്ട് സാഹചര്യമല്ലേ? ആക്രമിച്ചപ്പോൾ കൊല്ലപ്പെട്ടു, ഒരു പുലി കൊല്ലപ്പെട്ടു, അതിൻ്റെ ഭാഗമായിട്ട് സെൽഫ് ഡിഫൻസിൻ്റെ ഭാഗമായി നിലപാട് സ്വീകരിച്ചു. എന്നാൽ നിങ്ങൾ നോക്ക്, 2018 മഹാരാഷ്ട്രയിൽ 13 മനുഷ്യരെ കൊന്ന ഒരു കടുവയെ ഷൂട്ടഡ് സൈറ്റിന് വൈൽഡ് ലൈഫ് വാർഡൻ ഓർഡർ കൊടുത്തു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഓർഡർ കൊടുത്തു. അദ്ദേഹം ഇപ്പോഴും കേസ് ആയിട്ട് നടക്കുകയാണ്. ഇത് നരഭോജിയാണ് എന്ന് തെളിയിക്കണം എന്ന് പറഞ്ഞിട്ട് 13 മനുഷ്യജീവനുകൾ എടുത്ത ഒരു പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. ഇത്തരത്തിലാണ് നിയമം നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടേ? ഇവിടെ എന്നിട്ട് പറഞ്ഞു പോവുകയാണ് കേന്ദ്ര സർക്കാരാണ് ഈ 10 ധനസഹായമൊക്കെ നൽകുന്നത്. 10 പൈസ നൽകുന്നില്ല. ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ 10 പൈസ കേരളത്തിന് നൽകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. വയനാട് നിന്നാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ലോകം കണ്ട ഈ അടുത്ത കാലത്തെ ഏറ്റവും വലിയ ദുരന്തം നടന്നിട്ട് 10 പൈസ തരാത്തവർ ഇപ്പോൾ ഒരു മൃഗത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ട് പണം തരുന്നു എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്നുണ്ടെങ്കിൽ അതാരും വിശ്വസിക്കരുത് എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അത് പരിശോധിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ 650 കോടിക്ക് ആവശ്യപ്പെട്ടു, തന്നിട്ടില്ല. മാത്രവുമല്ല, ഇവിടെ 7 പ്രത്യേകമായ കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന് നിവേദനത്തിലൂടെ അറിയിച്ചു. 7നും പരിഹാരമുണ്ടായില്ല എന്ന് മാത്രമല്ല, തിരിച്ചുള്ള നിലപാടാണ് സ്വീകരിച്ചത് എന്നും കാണേണ്ടതുണ്ട്. ഇവിടെ ഇത്തരം സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു പരാമർശിച്ച് പോകേണ്ട വയനാടൊക്കെ പരാമർശിക്കുമ്പോൾ നമുക്ക് രാജ്യത്ത് തന്നെ പ്രധാനമായി അവതരിപ്പിക്കുന്ന 2 എംപിമാർ അവിടെ ഉണ്ടായിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും. എന്തെങ്കിലും ഒരു അക്ഷരം മിണ്ടുകയോ എന്തെങ്കിലും ഒരു ഫണ്ട് നീക്കി വെക്കുകയോ ചെയ്തിട്ടുണ്ടോ? അവിടെ ഈ പറഞ്ഞ ഇപ്പോഴത്തെ മന്ത്രിയായ OR കേളു ഉൾപ്പെടെയുള്ള ആളുകൾ MLA ഫണ്ടിൽ ഉൾപ്പെടെ പണം നീക്കി വെച്ചുകൊണ്ട് ഫെൻസിങ് ഉൾപ്പെടെ നിർമ്മിച്ചിട്ടുണ്ട്. 1 മീറ്റർ ഫെൻസിങ് നിർമ്മിച്ചിട്ടുണ്ടോ ഈ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും? ഇല്ലല്ലോ. ഓരോ MLA-മാരെ എടുത്ത് പരിശോധിച്ച് നോക്ക്. കേരള സർക്കാർ നബാർഡിൻ്റെ സഹായവും സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചും ഫെൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ പരിമിതി നിലനിൽക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. ആ പരിമിതി കൂട്ടായി മറികടക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും ഒടുവിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഗൗരവകരമാണ്. ഇപ്പോൾ നമ്മുടെ വനത്തിനകത്ത് ജീവികളുടെ എണ്ണം പെരുകുന്നുണ്ട്. അവിടെ ശാസ്ത്രീയമായ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകണ്ടേ? പല ലോകരാജ്യങ്ങളും അങ്ങനെ ചെയ്യുന്നില്ലേ? ആസ്ട്രേലിയയുടെ ദേശീയ മൃഗമാണ് കങ്കാരു. ആ കങ്കാരുവിനെ പോലും അവർക്ക് ഒരു നിശ്ചിത സമയത്തിൽ വേട്ടയാടാനുള്ള സൗകര്യം ഗവൺമെൻറ് ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ലോകത്ത് സ്വീകരിക്കുന്ന നിലപാടുകളാണ്. ഇവിടെ ഈ 72-ലെ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നില്ല എന്ന് മാത്രമല്ല, ആ നിയമത്തെ കൂടുതൽ രൂക്ഷമാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണേണ്ടേ. അത്തരമൊരു സാഹചര്യത്തിൽ ഇവിടെ ഇപ്പോൾ 10 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ മിഷൻ പ്രൈമറി റെസ്പോൺസ്. അല്ല സജീഷ്, ഇതിനകത്തുള്ള പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ. ഇതിനു മുൻപേ പറഞ്ഞതാണ് ഫെൻസിങ് ചെയ്തു കൊടുക്കാം എന്ന് നേരത്തെ പറഞ്ഞതാണ്. അവിടുത്തെ നാട്ടുകാർ പറയുന്നതാണ് ഫെൻസിങ് ചെയ്യാമെന്ന് പറഞ്ഞു, ചെയ്തില്ല. അടിക്കാട് വെട്ടിത്തെളിച്ച് ഈ ആ ഭാഗം വിസ ക്ലിയറൻസ് വ്യാപിപ്പിക്കാമെന്ന് പറഞ്ഞു, ചെയ്തില്ല. ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ മീറ്റിംഗ് കൂടുന്നു, മിനിറ്റ്സ് ഉണ്ടാക്കുന്നു, നടപടി ഉണ്ടാകുന്നില്ല എന്ന പരാതി ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പറയുന്നതല്ല, ആ നാട്ടിലെ നാട്ടുകാർ പറയുന്നതാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ല ശ്രീ ഗോപികൃഷ്ണൻ, 2 കാര്യം അതിൽ ക്ലിയർ ചെയ്ത് പോകേണ്ടതുണ്ട്. ഒന്ന് താങ്കളിപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഒരു കാര്യം കൂടി എനിക്ക് ചർച്ചയുടെ ഭാഗമായി സൂചിപ്പിക്കാനുണ്ട്, സമയം തരേണ്ടതാണ്. ഒന്ന്,
ഫെൻസിങ്ങിൻ്റെ പ്രവർത്തനം ഉൾപ്പെടെ പൂർത്തീകരിച്ച് വരുന്നുണ്ട്, പലയിടത്തും അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഹാങ്ങിങ് ഫെൻസിങ്ങും അതുപോലെ തന്നെ AI സാങ്കേതികവിദ്യ ഉൾപ്പെടെ ഇതിൽ പ്രയോഗിക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ള പരിശോധന ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വനത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ചില പ്രയാസങ്ങൾ ഉണ്ടാകും എന്ന് കാണേണ്ടതാണ്. ഇപ്പോൾ നേരത്തെ ധനസഹായത്തിൻ്റെ കാര്യം പറഞ്ഞു. 2023-24 വർഷത്തെ 95% നഷ്ടപരിഹാരം കൊടുത്തു കഴിഞ്ഞു. 24-25 വർഷത്തിനും നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭൂരിഭാഗവും കൊടുത്തു തീർത്തിട്ടുണ്ട്. അനന്തരാവകാശ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത്. UDF കാലത്ത് 10 മുതൽ 20% വരെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നും കാണേണ്ടതുണ്ട്. ഒറ്റ കാര്യം കൂടി ചേർത്ത് വെക്കേണ്ടത്, നേരത്തെ ഇവിടെ ഭീതിജനകമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കണക്ക് പറയണമെന്ന് ഞാൻ കരുതിയതല്ല. ഇപ്പോൾ വന്യജീവികളുടെ എണ്ണം കൂടി എന്നൊക്കെ ചർച്ചയിൽ തന്നെ കോൺഗ്രസ് പ്രതിനിധി പറയുന്നു. UDF കാലം ഒന്ന് പരിശോധിക്കൂ. 2012, 13, 14, 15 ഈ കാലഘട്ടത്തിൽ വന്യജീവി ആക്രമണത്തിൽ കേരളത്തിൽ കൊല്ലപ്പെട്ടത് 113, 126, 126, 135 എന്നീ നിലയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 53, 76, 89 എന്നെല്ലാമുള്ള രീതിയിൽ പരമാവധി കുറഞ്ഞു വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഒരു ഭാഗ്യം എന്നുള്ള നിലയിൽ കണ്ടാൽ മതി. അതിനെ മറ്റുള്ള രീതിയിൽ കാണേണ്ട. തെറ്റായി ഇവിടെ അവതരിപ്പിക്കുന്നതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. നമ്മുടെ രാജ്യത്ത് തന്നെ ഈ കാലഘട്ടത്തിൽ ആനയുടെ ആക്രമണത്തിൽ മാത്രം, ഇവിടെ തെറ്റായ ചില കണക്കുകളാണ് അവതരിപ്പിച്ചത്, ആനയുടെ ആക്രമണത്തിൽ മാത്രം 2829 മനുഷ്യർ ഈ രാജ്യത്ത് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കൊല്ലപ്പെട്ടു. അതിൽ കേരളത്തിൽ 100 ചില്ലാനം പേരാണ് വരുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഈ പ്രശ്നം നിലനിൽക്കുന്നു. ഈ പ്രശ്നത്തെ ശാശ്വതമായി പരിഹരിക്കാൻ നേരത്തെ ഇവിടെ പറയുന്ന കൂട്ടത്തിൽ ഒറ്റ കാര്യം കൂടി പറയാം. പറയുന്ന കൂട്ടത്തിൽ ഈ CAA നടപ്പിലാക്കാതിരിക്കാനുള്ള ഇടപെടൽ സ്വീകരിച്ചല്ലോ. ശരിയാണ്. CAA പോലെയുള്ള ഒരു നിയമം മനുഷ്യനെതിരായിട്ടുള്ള, മനുഷ്യനെ തടങ്കലിലാക്കാനുള്ള ഒരു നിയമം ഇവിടെ നടപ്പിലാക്കില്ല. കർശനമായ നിലപാട് സ്വീകരിച്ചു. പക്ഷെ അതുപോലെ മൃഗങ്ങളുടെ കാര്യത്തിൽ സ്വീകരിക്കാൻ വേണ്ടി പറ്റില്ല. അതേ തന്നെ ഇവിടെ വന്യമൃഗ ശല്യത്തിന്റെ കാര്യത്തിലും സ്വീകരിച്ചു. രണ്ടിനും ഏകകണ്ഠമായി ശരി സജീഷ്. ശ്രീ അലക്സ് ഒഴികയിൽ വളരെ പെട്ടെന്ന് താങ്കളുടെ പ്രതികരണം. സജീഷ് പറഞ്ഞതിൽ 1-2 വസ്തുപരമായിട്ടുള്ള മിസ്റ്റേക്കുകളുണ്ട്. ഒന്നാമതായി നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടിട്ട് ഈ 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് കേരള സർക്കാരാണ് ഇപ്പോൾ കൊടുക്കുന്നതെങ്കിലും അത് പൂർണ്ണമായിട്ടും വർഷാവസാനം കേന്ദ്രത്തിന് കണക്ക് കൊടുക്കുമ്പോൾ ആ പണം മുഴുവൻ തിരിച്ച് കേന്ദ്രം കേരളത്തിന് കൊടുക്കുന്ന പൈസയാണ്, റീഇംബേഴ്സ് ചെയ്ത് കിട്ടുന്ന പൈസയാണ്. അത് കൃത്യമായിട്ടുള്ള വിവരാവകാശ ഞാൻ സജീഷ് അയച്ചു തരാം. വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടി സജീഷ് അയച്ചു തരാം. സജീഷ് ഞാൻ പറയട്ടെ, എന്റെ സമയമാണ്, ഇടപെടരുത് പ്ലീസ്. രണ്ടാമത്തെ കാര്യം, വിവരാവകാശം പറഞ്ഞാലും 10 പൈസ കേന്ദ്രം തന്നിട്ടില്ല, ഒരു വസ്തുതയാണ്. അത് തരും, കണക്ക് തരും. ഞാൻ പറഞ്ഞ കേക്ക്. സജീഷ് പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ. സജീഷ് മിണ്ടാതിരിക്കും. ഞാൻ പറയട്ടെ, ഈ വയനാട്ടിൽ ഉരുൾപൊട്ടിയ ആളുകൾ, വയനാട്ടിലെ കാര്യമല്ല, ഉരുൾപൊട്ടിയ കാര്യമല്ല പറയുന്നത്, വന്യമൃഗ ശല്യത്തിൽ കൊല്ലപ്പെടുന്ന ആളുടെ കാര്യം പറയുന്നത്. സജീഷേ, അതല്ല നിങ്ങൾ ഞാൻ പറയുന്ന കേൾക്കണം. നിങ്ങൾ ചർച്ചയുടെ അവസാന ഘട്ടമായോണ്ടാണ് ഞാൻ രേഖകൾ തരാമല്ലോ, രേഖകൾ തരാന്ന് പറഞ്ഞില്ലേ. നിങ്ങൾ പറയുന്ന കേക്ക്. രണ്ടാമത്തത് സജീഷ, നിങ്ങൾ പറയുമ്പോൾ ഞാൻ കേരളമാണ് പണം കൊടുത്തിട്ടുള്ളത്. താങ്കൾ എന്ത് രേഖ കൊണ്ടുവന്നു? കേരളം പണം കൊടുത്ത് അത് തിരിച്ചു തരും. അത് കൃത്യമായിട്ട് കണക്കുണ്ട്. അത് വേണ്ട, അത് വേണ്ട, 3 നിമിഷം മാത്രം അവശേഷിക്കുന്ന സമയത്ത് പച്ചക്കള്ളം അവതരിപ്പിക്കരുത്. പറഞ്ഞല്ലോ നിങ്ങൾ എനിക്ക്. രണ്ടാമത്തെ കാര്യം, CAA ആളെ തുറങ്കിലടക്കുന്ന പറഞ്ഞു. എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തുകൂടാ? ആളെ കൊല്ലുന്ന നിയമമല്ലേ ഇത്? ആളെ തുറങ്കിലടക്കുന്ന നിയമം നടപ്പാക്കാൻ പറ്റൂല്ലെങ്കിൽ ആളെ കൊല്ലുന്ന നിയമം എന്തുകൊണ്ട് നടപ്പാക്കാൻ പറ്റില്ല എന്നുള്ള ചോദ്യം. അത് നിയമപരമായ വിഷയം. പക്ഷേ ഈ വിസ്ത ക്ലിയറൻസ്, അതുപോലുള്ള കാര്യങ്ങൾ, റോഡ് ക്ലിയറൻസ്, അതുപോലെ എന്താ നിലപാട്? എന്ത് സജീഷ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ സമയം പറഞ്ഞല്ലോ. നിങ്ങളുടെ സമയം നിയമത്തിൽ ഭേദഗതി വരുത്താത്തതിനെ കുറിച്ച് താങ്കൾ എന്താണ് ചോദിക്കാത്തത്? അത് ആദ്യമേ പറഞ്ഞ കാര്യമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, നിയമത്തിൽ ഭേദഗതി ആദ്യം പറഞ്ഞതാണ്. ചർച്ച മുഴുവൻ കേൾക്കണം, ചർച്ച കേൾക്കണം. ലോങ് ടൈം സൊല്യൂഷൻ, ഷോർട്ട് ടൈം സൊല്യൂഷൻ പറയാൻ തുടങ്ങിയത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2022 ഞങ്ങൾ കൃത്യമായിട്ടുള്ള 20 പേജുള്ള ഡീറ്റെയിൽഡ് നോട്ട് കൊടുത്തിട്ടുണ്ട്. 2022 നിങ്ങളുടെ ഒരു MP ഉണ്ടായിരുന്നല്ലോ പാർലമെന്റിൽ, ആരിഫ്. ഈ ആരിഫ് എന്തെങ്കിലും മുട്ടിയിട്ടുണ്ടോ? 2022 നിങ്ങളുടെ MP ഉണ്ടായിരുന്നല്ലോ. ഈ നിയമം ഭേദഗതി ചെയ്തപ്പോൾ നിങ്ങളുടെ MP എന്തെങ്കിലും പാർലമെന്റ് പറഞ്ഞിട്ടുണ്ടോ? UDF-ന്റെ MP പറഞ്ഞിട്ടുണ്ടല്ലോ? ആരും പറഞ്ഞിട്ടില്ലല്ലോ. എന്ത് പറഞ്ഞു? 2022 നിയമം ഭേദഗതി ചെയ്തപ്പോൾ എന്ത് പറഞ്ഞു സജീഷ? 2022 നിങ്ങളുടെ MP ആരിഫ് പാർലമെന്റിൽ എന്തെങ്കിലും മുട്ടിയോ? ഭേദഗതി ചെയ്തപ്പോ നിങ്ങൾ എന്ത് പറഞ്ഞു? നിങ്ങൾ നിലപാടെടുത്തു. അവരോടല്ലേ പറയേണ്ടത്? അത് പറയണ്ടേ? നിങ്ങളുടെ MP അതുപോലെ UDF-ന്റെ MP-മാര്, UDF-ന് 19 MP-മാരുണ്ടായിരുന്നു, അവരുടെ നിലപാടെടുത്തു. ശ്രീ റിജിൽ മാക്കുട്ടി, ശരി സജീഷ് ഒരു മിനിറ്റ്. ശ്രീ റിജിൽ മാക്കുട്ടി, ശ്രീ റിജിൽ ഒരു മിനിറ്റ്. സജീഷ്, ശ്രീ റിജിൽ, ശ്രീ
ശ്രീ ഗോപികൃഷ്ണൻ, യഥാർത്ഥത്തിൽ ഇതിൻ്റെ വസ്തുതാപരമായ പിശകുകൾ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ കേന്ദ്രമായാലും സംസ്ഥാനമായാലും ഈ വിഷയത്തിനകത്ത് എടുക്കുന്ന നിലപാട് ജനവിരുദ്ധമാണ്. അപ്പോൾ അത് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ രണ്ടുപേരുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ളത് കൊണ്ട് തന്നെ കേന്ദ്രം, ഇന്ന് ബഹുമാനിയ പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, കേന്ദ്രം ഈ വിഷയത്തിനകത്ത് എടുക്കുന്ന നിലപാട് ഒരു കാരണവശാലും യോജിക്കുന്നില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 40 ലക്ഷം രൂപ കൊടുക്കാമെന്ന് മന്ത്രി പറഞ്ഞിട്ട് 10 ലക്ഷം മാത്രം കൊടുത്തിട്ട് ബാക്കി ഒരു വർഷമായിട്ട് പൈസ കൊടുത്തിട്ടില്ല എന്ന് ആ കുടുംബത്തിലെ ഒരു അംഗം ഇവിടെ വന്ന് പറയുമ്പോൾ അതിൻ്റെ മറുപടി പറയണം. അതുകൊണ്ട് രാഹുൽ ഗാന്ധി എം പിയാണ്, പ്രിയങ്ക ഗാന്ധി എം പിയാണ്, അവർ ഫെൻസിങ്ങിന് പൈസ കൊടുത്തോ? ഒരു എം പിക്ക് ഒരു വർഷം കിട്ടുന്ന പണം എത്രയാണ്? ഒരു MLA കിട്ടുന്ന പണം എത്രയാണ്? ഒരു എം പിക്ക് ഒരു നാട്ടിനകത്ത് ഫെൻസിങ് കിട്ടാനുള്ള അത്രയും ഫണ്ട് അനുവദിക്കാൻ പറ്റുമോ? BJP-യിലെ ഭരിക്കുന്നത് ഒരു MP എന്ന രൂപത്തിൽ കിട്ടാവുന്ന മുഴുവൻ സഹായങ്ങൾ വയനാട് നൽകിയിട്ടുണ്ട്. ആ നൽകിക്കൊണ്ട് തന്നെയാണ് ഭൂരിപക്ഷം ഗണ്യമായി വർദ്ധിച്ചുകൊണ്ട് അവർ ജയിച്ചത്. കൊടുത്തോ? പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി അങ്ങനെ ജനങ്ങൾക്കെതിരായി നിലപാട് സ്വീകരിച്ചെങ്കിൽ ഓരോ വർഷവും ഭൂരിപക്ഷം വർദ്ധിക്കില്ലല്ലോ. അങ്ങനെ ഭൂരിപക്ഷം വർദ്ധിച്ചത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ കഴിഞ്ഞ 6 മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തി. എന്തുകൊണ്ടാണ്? അവിടുത്തെ ജനങ്ങളോടൊപ്പം നിൽക്കാത്തതുകൊണ്ടാണോ? അവിടുത്തെ ജനങ്ങളുടെ ഏത് പ്രശ്നത്തിനകത്തും അവർ ഇടപെട്ടിട്ടുണ്ട്. അല്ല, ശരി. ഈ ഇതിലെ ശ്രീ ബേബിക്ക് പറയാനുള്ളത് കേൾക്കാൻ ഞാൻ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ. ശ്രീ ബേബി, അല്ല, അതിനകത്ത് BJP സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നത് കേന്ദ്രവും ഇതിനെ കുറ്റകരമായ അനാസ്ഥയുണ്ട്. അത് രാഷ്ട്രീയമല്ല വേണ്ടത്. ശ്രീ ബേബി പറഞ്ഞോളൂ. രാഷ്ട്രീയമല്ല വേണ്ടത്, പറയൂ. രാഹുൽ ഗാന്ധി ഞങ്ങൾക്ക് എഗ്രിമെന്റിൽ ഒപ്പിട്ടേക്കണേ ഇവിടെയുള്ള MLA ഒക്കെയാണ് ഒപ്പിട്ടേക്കണേ. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒന്നും ഒപ്പിട്ടില്ല. ഞാൻ രാഷ്ട്രീയവും പറഞ്ഞില്ല. ഞാൻ എൻ്റെ കൊച്ചു പോയി എൻ്റെ വിഷമേ പറഞ്ഞിട്ടുള്ളൂ. സജീഷ അത് പറയേണ്ട കാര്യമില്ല. ഇവിടെ രാഷ്ട്രീയം പറഞ്ഞില്ല ഞാൻ. ശരി. വയനാട്ടിലെ മാത്രമല്ല, കേരളത്തിന്റെ മലയോര ഗ്രാമങ്ങളിൽ കഴിയുന്ന, ഭീതിയോടുകൂടി കഴിയുന്ന എത്രയോ മനുഷ്യർ, അവർ ഏത് നിമിഷവും ഏതെങ്കിലും ഒരു വന്യമൃഗത്തിന്റെ പിടിയിലകപ്പെട്ടേക്കാം എന്ന ഭീതിയിൽ കഴിയുന്നവരാണ്. അവരുടെ മുന്നിൽ സാങ്കേതികത്വമോ ന്യായവാദങ്ങളോ നിയമവശങ്ങളോ ഒന്നുമല്ല. അവരുടെ സുരക്ഷയ്ക്ക് ആരുണ്ട്? അത് ഉറപ്പാക്കാൻ ഇവിടെ ഒരു സർക്കാരുണ്ടോ? സർക്കാരിന് അതിനുള്ള ആർജവമുണ്ടോ? വനം വകുപ്പിന് അത് ഉറപ്പ് നൽകാൻ തൻ്റെ ഇടമുണ്ടോ? ഈ ചോദ്യമാണ് അന്നാട്ടിലെ ജനങ്ങൾ ചോദിക്കുന്നത്. പുതിയ തീരുമാനങ്ങൾ എടുത്തതുകൊണ്ടോ യോഗം ചേർന്നതുകൊണ്ടോ അടിക്കടി വാക്കുകൾ മാറ്റി പറഞ്ഞതുകൊണ്ടോ പരിഹരിക്കാൻ കഴിയുന്നതല്ല ഈ പ്രശ്നങ്ങളൊന്നും. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാകണം. അതിനൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകണം, ആർജവത്വം ഉണ്ടാകണം, ആത്മാർത്ഥത ഉണ്ടാകണം. അതല്ലെങ്കിൽ ജനങ്ങളുടെ പ്രതിഷേധം നേരിടേണ്ടി വരും. ഈ ഓർമ്മപ്പെടുത്തലാണ് ഈ ചർച്ച നമുക്ക് നൽകുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.